Actually, before starting today's session, let me tell you two things. One is our college, that is St. Joseph's College of Pharmacy. We have allotted two startup cells. One is IIC, Institutions Innovation Council, which is constituted by the Ministry of Education, Government of India. That is one thing. Second one is Kerala Startup Missions Innovation and Entrepreneurship Development Center, IEDC. But most of us are not that much familiar with the activities and what are the ideas and what are the various things involved in this. So for detailing all those things, we have a very experienced resource person today with us. He is none other than again and dynamic Dr. Fel Saju, who is the Associate Professor in Pharmaceutics, Nirmala College of Pharmacy, Movatura. Actually, he is in the field for more than 10 years, a very kind and gentle personality. Actually, we are very good friends. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒത്തിരി താല്പര്യം ഒരുമിച്ചെടുത്തിട്ടുള്ളവരാണ്, ഇൻക്ലൂഡിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് IBM-ന്റെ കോഴ്സ് ശരിക്കും പറഞ്ഞാൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് എ വെരി knowledgeable person in this field. So for officially welcoming this gathering, I request our principal, Dr. Sister Daisy P. onto the stage. Good morning. As I said, we are not very much time with inaugural function as such. Give a word of welcome to Dr. Fel Saju. If you are here, all our college, all our senior students to participate in their examination. So we are here to be very fortunate enough to have this session and instead of his busy schedule. I think he has started from the 7 a.m. So, to the students, I am requesting your participation, wholehearted participation. Then only lead to this college and to this level. Thank you. By use is the start. Okay, then. Switching starter corner, then. Super starter corner. Oil starter corner. Another related smart starter corner. Ampani starter corner. Ampani there. Okay, good. Then starts. Okay, starting എന്ന് പറയുന്നത് നമ്മുടെ വേർഡ് മീനിങ് എടുക്കുകയാണെങ്കിൽ എന്ത് സ്റ്റാർട്ട് ചെയ്താലും അത് സ്റ്റാർട്ട് ആണ്, ഗ്രോ ചെയ്യാൻ വേണ്ടി എന്ത് സ്റ്റാർട്ട് ചെയ്താലും സ്റ്റാർട്ട് ആണ്. പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ആണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് എന്താണ്. കാരണം നമ്മുടെ ഒരു കമ്പനിയെ സ്റ്റാർട്ടപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടെക്നോളജി ഡ്രിവൺ. എന്തെങ്കിലും ഒരു ടെക്നോളജി അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നല്ല ടെക്നോളജി ആയിരിക്കും. സോ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിന് മാത്രമാണ് സ്റ്റാർട്ടപ്പ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ പോയിട്ട് ഒരു ഹോട്ടൽ തുടങ്ങിയാൽ അതൊരു സ്റ്റാർട്ടപ്പ് അല്ല. പക്ഷെ ഒരു ഹോട്ടലും തുടങ്ങണ്ട, പല ഹോട്ടലുകളെ കണക്ട് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു കമ്പനി ആയാൽ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സ്റ്റാർട്ടപ്പ്. ക്ലിയർ ആയോ? സോ ഇറ്റ് ഷുഡ് ബി ടെക്നോളജി ഡ്രിവൺ. ഇനി ഫാർമസി നല്ല രീതിയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടാബ്ലറ്റ്
പഞ്ച് ചെയ്താൽ പറ്റുന്നത് സ്റ്റാർട്ടപ്പാണ്. ബിക്കോസ് അതിന്റെ പുറകിൽ ഒരു ടെക്നോളജി ഉണ്ട്. നമ്മൾ ലോ മെത്തഡ് ഡെലിവറി സിസ്റ്റം ഡെവലപ്പ് ചെയ്തു, അതിലൊരു ബിസിനസ് ആക്കി, അതൊരു സ്റ്റാർട്ടപ്പാണ്. ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റാർട്ടപ്സ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പ്യുവർ ഫാർമസി ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ് എനിക്ക് തോന്നുന്നു തന്നെയില്ല. സോ നമ്മളൊരു സാധാരണ മെഡിക്കൽ സ്റ്റോർ തുടങ്ങി, സ്റ്റാർട്ടപ്പ് ആകും അല്ല, പക്ഷെ അത് മോശമാണെന്നോ അല്ലെങ്കിൽ കുറഞ്ഞതൊന്നും അല്ല എന്ന് പറയുന്നത്. അതിൽ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു ടെക്നോളജി ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതാണ് ഈ പറയുന്ന മെഡിലൈഫ് പോലെയുള്ള ഓൺലൈൻ ഫാർമസി. ഓൺലൈൻ ഫാർമസിയിലേക്ക് വരുമ്പോൾ അതൊരു സ്റ്റാർട്ടപ്പാണ്. കാരണം അവിടെ IT എന്ന് പറയുന്ന ഒരു ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ടെക്നോളജി ഡ്രിവണാണ് പല സ്റ്റാർട്ടപ്സും. സോ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം പലപ്പോഴും നിങ്ങൾ ഈ വേർഡ്സ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവില്ല. സോ എന്താണ് ഈ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്? സ്റ്റാർട്ടപ്പ് ഈസ് ബേസ്ഡ് ഓൺ സം ഐഡിയ, ഇന്നോവേറ്റീവ് ഐഡിയ. സോ ഐഡിയ ഉണ്ടാവും, ഇൻവെൻഷൻസ് ഉണ്ടാവും, റിസർച്ച് ഉണ്ടാവും. വെറുതെ പോയിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അത് നമുക്ക് സ്റ്റാർട്ടപ്പ് ആക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിനുള്ള സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് സ്കെയിലബിലിറ്റി. നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. ഒരു മെഡിക്കൽ സ്റ്റോർ ഇട്ടാൽ അതിന് നമുക്ക് എത്രത്തോളം സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന്റെ വോളിയം എന്തായിരിക്കും, അത് ചെയ്യുന്ന ബിസിനസ് വോളിയം എന്തായിരിക്കും, സ്കെയിലബിലിറ്റി അതാണ് പറയുന്നത്. അതാണ് സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ വളരാൻ കാരണം. 1-2 ഹോട്ടൽ ചെയിൻ എടുക്കുന്നത് പോലെയല്ല ഇവരുടെ ടേൺ ഓവർ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ക്രോസ് 1000 crore 2000 crore ഒക്കെയാണ് അവരുടെ ടേൺ ഓവർ വരുന്നത്. അപ്പൊ അതിന് കാരണം ടെക്നോളജികളാണ്. അതുപോലെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. സ്കെയിലബിലിറ്റി ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പിന്നെ നമുക്ക് സ്റ്റാർട്ടപ്പ് എപ്പോഴും ഒരു ഐഡിയ ഉണ്ടാവണം, ഇന്നോവേഷൻ ഉണ്ടാവണം, റിസർച്ച് ടീം ഉണ്ടാവണം. സ്റ്റാർട്ടപ്സ് പല സ്റ്റേജസിലൂടെ കടന്നു പോകും. ആ സ്റ്റേജസിലെല്ലാം നമുക്ക് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യാൻ പറ്റണം. ഓന്റർപ്രനേഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാർട്ടപ്പില്. ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. സ്റ്റാർട്ടപ്പ് ടീം മെമ്പേഴ്സ്, സ്റ്റാർട്ടപ്പ് 2-3 എങ്കിലും ടീം മെമ്പേഴ്സ് ഉള്ളതാണ് എപ്പോഴും നല്ലത്. സിംഗിളായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, മൈക്രോസോഫ്റ്റ് ചെയ്തതാണ്. പക്ഷെ എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ടീം വർക്കിനാണ്. അതുകൊണ്ട് സ്റ്റാർട്ടപ്പ് ടീംസ് ഉണ്ടാവണം. ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, മെന്റേഴ്സ് ഉണ്ട്, അഡ്വൈസേഴ്സ് ഉണ്ട്, അതുപോലെ മറ്റ് ഓന്റർപ്രനറിയൽ പീപ്പിൾസ് ഉണ്ട്, പീപ്പിൾ ഫ്രം റിലേറ്റഡ് ഓർഗനൈസേഷൻസ്. ഇവരെല്ലാം കൂടെ കൂടുന്നതാണ് ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ ആയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. അതായത് നിങ്ങൾ വെറുതെ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്തു, ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഞങ്ങള് കോളേജിൽ കുറെ പോലത്തെ ക്ലാസ്സുകൾ പുറത്തുനിന്ന് കുറച്ച് പേരെ കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങളുടെ പല സ്റ്റുഡൻസും അങ്ങനെ ഐഡിയ ഹോസ്റ്റലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് വരും, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, അവർക്ക് ഏതാണ് തോന്നിയിട്ടുള്ള ആ ഐഡിയക്ക് പറ്റുന്ന ഡീറ്റെയിൽസ് എടുത്ത് തരും. ഞങ്ങൾ അത് ഡെവലപ്പ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യണം. അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരു ഐഡിയ മാത്രമേ ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ ഒരു എക്കോസിസ്റ്റം നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ പറയുന്ന IDC കോളേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ IISc കോളേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു നല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ നോഡൽ ഓഫീസറിന്റെ അടുത്തേക്ക് വരിക. സാർ, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഈ ഐഡിയ വർക്ക്ഔട്ട് ആവും, ഈ ഐഡിയ എനിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ബിസിനസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ സാറിന് എടുത്ത് ചോദിക്കും. അപ്പൊ സാർ അത് വായിച്ചു നോക്കും, അല്ലെങ്കിൽ നിങ്ങളോട് അതിനെക്കുറിച്ച് ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാൻ പറയും. അല്ലെങ്കിൽ അതിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനുശേഷം അത് ഫണ്ടിങ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഫണ്ടിങ്സ് അപ്ലൈ ചെയ്യും. ആ ഫണ്ടിങ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഐഡിയ ഡെവലപ്പ് ചെയ്യാം, അതിലൊരു പ്രൊഡക്റ്റ് ആക്കാം. പ്രൊഡക്റ്റ് ആക്കി കഴിഞ്ഞാൽ വീണ്ടും അതിനെ നമുക്ക് അത് മാർക്കറ്റിലേക്ക് ഇറങ്ങണം. അപ്പൊ വീണ്ടും ഫണ്ട് വേണ്ടി വരും. അപ്പൊ അവിടെ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സും മെന്റേഴ്സും ഒക്കെ വരും. ഓക്കെ, സോ ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് ചെയ്യും, നല്ല ബിസിനസ് മെന്റേഴ്സിനെ കോളേജിൽ നിങ്ങൾക്ക് തരും. അവരെ വെച്ചിട്ട് നിങ്ങള്, കാരണം നിങ്ങൾക്ക് അറിയില്ലല്ലോ ബിസിനസ് എങ്ങനെ ചെയ്യാനാണ്, അപ്പൊ അവര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് ഒരിക്കലും ഒരു കോളേജിന് തന്നെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയുള്ള ഓർഗനൈസേഷൻസ് ഉള്ളത്. അപ്പൊ അവരുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യും. അവരായിരിക്കും ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ഇതാണ് ഒരു ഇക്കോസിസ്റ്റം. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇനി അങ്ങനെ ആ ഒരു ഇക്കോസിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അടുത്തൊരു സെഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. There are 3 stages. എന്താണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉള്ളത്? നിലവിൽ അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉള്ളവരുണ്ടോ? ബിസിനസ് ഐഡിയ തോന്നിയിട്ടുള്ളവരുണ്ടോ? തേർഡ് സെമസ്റ്റർ ബിഫാം അല്ലേ ഇരിക്കുന്നത് അല്ലെ? തേർഡ് സെമസ്റ്റർ ബിഫാം ഫോർത്ത് ഫാം ആർക്കെങ്കിലും ഐഡിയ തോന്നിയിട്ടുള്ളവരുണ്ടോ? അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ? ഇല്ല. നിലവിൽ ബിസിനസിന്റെ പാർട്ടായിട്ടുള്ള ആരെങ്കിലും ബിസിനസ് ചെയ്തിട്ടുള്ളവര്, ചെറിയ രീതിയിൽ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ പാരന്റ്സ് ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ചെയ്യുന്നവര്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. സോ എന്തായിരിക്കും ഒരു ചാലഞ്ച്? നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നിരിക്കില്ല, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ അതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ചാലഞ്ച് എന്തായിരിക്കും? നിങ്ങൾ എന്തുകൊണ്ടാണ് വേണ്ടെന്ന് ചോദിക്കുന്നത്? ഫണ്ടിങ് അല്ലെ? ഞാൻ എക്സ്പെക്ട് ചെയ്ത ആൻസർ അത് തന്നെയാണ്. ഫണ്ടിങ് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. Don't know how to start, right? Market research അറിയില്ല. ഓക്കെ. അപ്പോ ആക്ച്വലി പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ബിസിനസ് തുടങ്ങണമെങ്കിൽ ഫണ്ട് വേണം. എനിക്ക് ഫണ്ട് ഇല്ലാതെ ബിസിനസ് തുടങ്ങും. ആക്ച്വലി ഫണ്ടിങ്ങിലല്ല കാര്യം. ഫണ്ടിങ് ചെയ്യാൻ നമുക്ക് ഒത്തിരി ആൾക്കാർ പുറത്തുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയും. സോ അതിനേക്കാളും ഒക്കെ പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് we have to go through several steps. We have to do a lot of research. So അത് എന്തൊക്കെയാണ്? എന്തൊക്കെ റിസർച്ചസ് നമ്മൾ നടത്തണം, എന്തൊക്കെ സ്റ്റഡി നടത്തണം, എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. So first, identify a need and find the best solution. നമുക്ക് ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഏത് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും. സോ ഐഡിയ എന്ന് പറയുന്നത് വെറുതെ നമുക്ക് കിട്ടത്തില്ല. അതിന് ആ നീഡ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, അതിന്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. Then there is feasibility analysis, feasibility study. ഈ ഐഡിയ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ? And finally you can go for funding. So let's see each step in detail. First one, identify a need and find the best solution. പലപ്പോഴും നമ്മളുടെ നീഡ് എന്താണ്? നമ്മളുടെ സൊസൈറ്റിയിൽ കുറെ അധികം നീഡ്സ് ഉണ്ട്. സോ ആ നീഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സൊല്യൂഷനും കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് തോന്നുന്നു ഈ നാട്ടുകാരനാണ് അല്ലേ? ഇവിടെ എടുത്തല്ലോ. എന്താണ് അദ്ദേഹം ചെയ്ത ബിസിനസ്? Fish to home, fresh fish to home, അല്ലേ? സോ നമ്മുടെ നാട്ടിലും ഒത്തിരി മീൻ കച്ചവടക്കാരുണ്ടല്ലേ, അല്ലേ? നമ്മുടെ നാട്ടിൽ ഒത്തിരി മീൻ കടകൾ നമ്മൾ കാണുന്നുണ്ട്. വർഷങ്ങളായിട്ട് അവർ ഈ കച്ചവടം നടത്തുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും തോന്നാത്ത ഒരു ഐഡിയയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അദ്ദേഹം അതിന്റെ കറക്റ്റ് പെയിൻ പോയിന്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. അതായത് സൊസൈറ്റിക്ക് എന്താണ് ആവശ്യം? ഫ്രീ ഓഫ് ഫോർമാലിറ്റി ഫിഷ് കിട്ടും. അതിനു വേണ്ടി ഒരു അല്പം പൈസ മുടക്കാനും നമ്മൾ റെഡിയാണ്. കാരണം അതുപോലെയാണ് ഈ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ നീഡ് ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ്. ആ നീഡ് ഐഡന്റിഫൈ ചെയ്തു. നീഡ് ഐഡന്റിഫൈ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമാണോ? ഇല്ല, അതിനൊരു സൊല്യൂഷൻ വേണമായിരുന്നു.
അപ്പൊ എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കും? ആ സൊല്യൂഷനാണ് ഫ്രഷ് ഹോം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ്. സോ അവിടെ വേറെ വലിയ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ടെക്നോളജി അല്ലെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് ആണ് മെയിൻ കച്ചവടം. ആ മെയിൻ കച്ചവടത്തില് IT കോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് അതിന്റെ ലോജിസ്റ്റിക്സ് മാനേജ് ചെയ്ത് രാത്രി 9 മണിക്ക് മുമ്പ് നമ്മൾ ഓർഡർ കൊടുത്താൽ രാവിലെ 12 മണിക്ക് മുമ്പ് വീട്ടിലെത്തുന്ന രീതിയിൽ ഒരു ലോജിസ്റ്റിക് സിസ്റ്റം മാനേജ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ മാത്രമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. ബട്ട് ഇന്ന് അതിന് ഫണ്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക്, ഗൂഗിൾ പോലെയുള്ള വലിയ കമ്പനികളാണ് അതിന് ഫണ്ട് ചെയ്യുന്നത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആലപ്പുഴയിൽ നിന്നുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൈഡിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഇവിടെ നിന്നുള്ള ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ. അപ്പോ ഇതാണ് ഇന്നോവേഷന്റെ സ്ട്രെങ്ത്. അപ്പൊ നമ്മള് അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചില്ലേ, നിങ്ങൾ ഒരു ഐഡിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഇന്നോവേഷൻ പറയാൻ പറയുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് ഫ്ലക്ച്വേഷൻ ബോർഡിനാണ്. കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിലല്ലായിരുന്നു ജനിച്ചെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് കേരളത്തിലല്ലായിരുന്നു അവതരിപ്പിച്ചെങ്കിൽ ഇത് ഒരു കാലത്ത് സക്സസ് ആവില്ല. കാരണം ഇത്രയധികം ഫ്ലക്ച്വേഷൻ ഉള്ള വേറെ ഒരു സ്ഥലവും ഉണ്ടാവില്ല. ഇത് കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ യൂറോപ്യൻ കൺട്രി പോയിട്ട് സ്റ്റെബിലൈസർ ഇത്ര സക്സസ് ആവില്ല. അപ്പോ അവിടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സക്സസ് അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ചു കറക്റ്റ് നീഡ് എന്താണ്. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയർ മനസ്സിലാക്കി ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇവിടെ ഒരു ബൂം വരാൻ പോകുന്നു. TV ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സമയമാണ്. അപ്പൊ TV വരുന്നു, ആളുകൾ ഫ്രിഡ്ജ് മേടിക്കും, ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഒത്തിരി വരാൻ പോകുന്നു. ഇതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യണം. അതിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ടെക്നോളജി അവിടെ വേണം എന്നുള്ളത് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തു. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ അദ്ദേഹം ഓൾറെഡി സ്റ്റെബിലൈസർ വേറെ ഒരു കമ്പനിയുടെ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് കുറച്ചുകൂടി നന്നായിട്ട് അദ്ദേഹത്തിന്റെ പ്രോജക്റ്റായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. അത് സക്സസ് ആയി. ഇന്ന് പക്ഷെ അതുകൊണ്ട് മാത്രം അദ്ദേഹം നിൽക്കുന്നില്ല. അനവധി മേഖലകളുടെ വികാരുടെ ബിസിനസ് പ്രൊഡക്ട്സും ഉണ്ട്, ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ വികാർഡ് സ്റ്റെബിലൈസർ ആയിരുന്നു. ഓക്കെ, ഇദ്ദേഹത്തെ അറിയാമോ? PC മുസ്തഫ അറിയില്ല. ഇദ്ദേഹം ഒരു മലയാളിയാണ്. അയാൾ MBA പഠിച്ച ആളാണ്. MBA IIM നിന്ന് പഠിച്ച ആളാണ്. ഇദ്ദേഹത്തിന്റെ ബിസിനസ് എന്താ പറയാം അറിയില്ല. ഇദ്ദേഹം പറയുണ്ടാക്കും ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ID എന്ന് പറഞ്ഞ ID ഫ്രഷ് പ്രൊഡക്ട്സ് അവിടെ ഉണ്ട്. വീട്ടിൽ വട ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. വട ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്താണ്? നടുക്ക് തുറയിടുക എന്ന് പറയുന്നത് ഒരു പ്രശ്നം അല്ലെ? നമുക്ക് കറക്റ്റ് ആ ഷേപ്പിലൊന്നും കിട്ടത്തില്ല. സോ അതിനകത്ത് സിമ്പിൾ ഇന്നോവേഷൻ ആണ് ചെയ്തത്. ഇതിന്റെ ടിപ്പ് ഉണ്ടോ? ഈ ടിപ്പ് ഇങ്ങനെയാണ് ഉണ്ടാക്കി. എന്നിട്ട് ഇത് സ്ക്വീസ് ചെയ്തു. സ്ക്വീസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് വടയായിട്ട് വീഴും. അതിന്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. നിങ്ങൾ സമയം എടുക്കുമ്പോൾ കണ്ടാൽ ഡെമോ വീഡിയോ ഉണ്ട്. ഇല്ലെങ്കിൽ റിലയൻസിൽ ചെന്ന് സാധനം എടുക്കുന്ന വീഴ്ച വീട്ടിൽ ഉണ്ടാക്കി വെക്കും. അപ്പൊ നമ്മളുടെ ഏറ്റവും വലിയൊരു ടാസ്കിനെ അദ്ദേഹം ജസ്റ്റ് ഒരു ചെറിയൊരു സിമ്പിൾ ഇന്നോവേഷൻ പാക്കേജിങ്ങിൽ കൊണ്ടുവന്ന ഇന്നോവേഷനാണ്. ആ പാക്കേജിങ് ഇന്നോവേഷൻ കൊണ്ട് ഇന്ന് ഇതിന്റെ ബിസിനസ് മോഡൽ എന്താണ്? എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് എങ്കിലും അദ്ദേഹത്തിന് ഒരു 100 crore ബിസിനസ് ഉണ്ട്. 100 crore 100 കോടി വടവിട്ട് വന്നു. ഇപ്പൊ അദ്ദേഹം വീണ്ടും എക്സ്പാൻഡ് ചെയ്തു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുപ്പികൾ സെർച്ച് ചെയ്തോളൂ. ഇതിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇവർ ഇപ്പൊ അതുപോലെ ഫണ്ട് ചെയ്യുന്നത് വലിയ വലിയ കമ്പനികളാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫാർമസി വിട്ടാരെ ഫാർമസി ഞാൻ അവസാനം നമുക്ക് പറയാം, ഡിസ്കഷനിൽ പറയാം. ഈ ഇന്നോവേഷനും സ്റ്റാർട്ടപ്പ് ഒന്നും തുടങ്ങാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇതൊക്കെ കിടപ്പുണ്ട്. നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ രക്ഷപ്പെടാൻ പോകുന്നത് നിങ്ങൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു പ്രോബ്ലം ആയിരിക്കും. ചിലപ്പോ നിങ്ങൾ
നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റി മറിക്കാൻ പോകും. സോ PC മുസ്തഫ കുറെ പ്രോഡക്ട്സ് ഉണ്ട്. കമ്പനി ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് റേഞ്ച് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ റെഡ് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് അതീന്ദ്ര സമാധാണ്. ഇദ്ദേഹം ബാംഗ്ലൂരിൽ IT എഞ്ചിനീയർ ആയിരുന്നു. ഒരു ദീപാവലി സമയത്ത് അദ്ദേഹത്തിന് ലീവ് കിട്ടില്ലാന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ കമ്പനി ഒരു ലീവ് ഉണ്ട്, വീട്ടിൽ പോകണം. രാജസ്ഥാനാണെന്നാണ് എന്റെ അറിവ്. ഇപ്പൊ രാജസ്ഥാനിലേക്ക് പോകാൻ ട്രെയിൻ ഇല്ല, ബസ് ഒന്നും കിട്ടാനില്ല. അവിടെ ഈ ബാംഗ്ലൂർ പോയിട്ട് മടിവാള അവിടെ കുറെ ബസ് സെന്ററുകളുണ്ട്. അവിടെ എല്ലാം പോയി ഇദ്ദേഹം അന്വേഷിച്ചു ബസ് ടിക്കറ്റ് ഉണ്ടോന്നുള്ളത് പലയിടത്തില്ല. അവസാനം എങ്ങനെയോ മാനേജ് ചെയ്തൊരു ബസ് കിട്ടി, അദ്ദേഹം പോയി. ആ പോയ പോക്കിൽ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു ഇതിനൊരു സൊല്യൂഷൻ വേണം. അദ്ദേഹം ഒരു IT എഞ്ചിനീയർ ആണ്. IT എഞ്ചിനീയർ എന്ത് ചെയ്തു? നമ്മൾ ബുക്ക് മൈ ഷോയിലൊക്കെ കണ്ടിട്ടില്ലേ, അതേ സിസ്റ്റം ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. ബുക്ക് മൈ ഷോയില് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ബസ് ഓപ്പറേറ്റേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹം ഉണ്ടാക്കി. അതാണ് റെഡ് ബസ്. ഇതിന്റെ ഇതിനെ യൂസ് ചെയ്ത കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. യാത്ര.com ഉണ്ട്, പിന്നെ ഒത്തിരി പേര് ടിക്കറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് റെഡ് ബസ് ആണ്. സോ ഇതാണ് അനീന്ദ്ര സമ്മേളനം. അപ്പൊ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു പ്രോബ്ലമാണ്. ഞാനിത് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും എല്ലാ സമയത്തും നമ്മൾ എപ്പോഴും പറയില്ല എപ്പോഴും പ്രോബ്ലമാണ്, നീ എപ്പോഴും പ്രശ്നമാണ്, പഠിക്കാൻ പറ്റുന്നില്ല, എല്ലാത്തിനും പ്രോബ്ലമാണ്. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം മാത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ പഠിച്ചുകൊണ്ടിരിക്കാതെ find some solutions, and if you are able to take that solution into a business, ഞാൻ ആദ്യം പറഞ്ഞ പോലെ can become about it. Oil rooms. എന്താണ് oil rooms ചെയ്യുന്നത്? Oil rooms റൂം എടുത്തിട്ടുണ്ടോ? ഓയില് ഇല്ല. ഓയിലേക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും റൂം ഉണ്ടോ? ഓയിലേക്ക് സ്വന്തമായിട്ട് ഇല്ല. ഓയിലേക്ക് സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ പോലും ഇല്ല. അവര് ചെയ്യുന്നത് നിലവിലുള്ള ഹോട്ടൽസിനേക്കാളും കൂടുതൽ വീടുകൾ അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന സ്ഥലങ്ങൾ പ്യുവർ ഹോട്ടൽ അല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഹോട്ടലുകളുടെ ഏറ്റവും റേറ്റ് കുറഞ്ഞ് ആളുകൾക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ അവര് തന്നെ ഒരു അക്രഡിറ്റേഷൻ സിസ്റ്റം ഒക്കെ വെച്ച് നന്നായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് അവര് ഗ്യാരണ്ടി കൊടുക്കണം. ഇത് നിങ്ങൾക്ക് പോയിട്ട് ധൈര്യമായിട്ട് താമസിക്കാം. ആർക്ക് വേണമെങ്കിലും കറക്റ്റ് ആയിട്ട് പോയിട്ട് ഒരു രോഗവും ഇല്ലാതെ താമസിച്ചിട്ട് പോരാ. ഒത്തിരി വലിയ നമ്മൾ നല്ല ഹോട്ടലുകളിൽ എടുക്കുന്ന റേറ്റ് നമ്മൾ കൊടുക്കണ്ട. ചിലപ്പോൾ 1,000 ഒക്കെ ഉണ്ടാവും. സോ ഇതാണ് ഓയിൽ റൂംസ്. ഓയിൽ റൂംസ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. അവരും ഇതിനൊരു ടെക്നോളജി ഒരു സിസ്റ്റവും കൊണ്ടുവന്നു. അതാണ് അവർ ചെയ്ത ഇന്നോവേഷൻ. അതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഹോട്ടലും പോലും പണിയേണ്ട ഒന്നില്ല എന്നതാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് ഹോട്ടൽ ബിസിനസ് തുടങ്ങി, അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം സ്ഥലം കണ്ടുപിടിക്കണം, സ്ഥലം മേടിക്കണം, അതിന് ലോൺ എടുക്കണം, അതിന് ലോൺ എടുത്തിട്ട് ഇതിന്റെ പ്ലാൻ ഉണ്ടാക്കണം, കെട്ടിടം പണിയണം, മാർക്കറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയുന്നത്. അദ്ദേഹം തിരിച്ചു ഇത്ര എമൗണ്ട് ഒന്നും വേണ്ട. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോ അല്ലെങ്കിൽ അറിയാവുന്ന നല്ലൊരു ടീമിനെ ആയിരിക്കും അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇന്ത്യയിലെ സാധനങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം. ആദ്യം ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഓരോ ഹോട്ടൽസിനെ പോയി കണ്ടു, ബിൽഡിംഗ് ഓണേഴ്സിനെ പോയി കണ്ടു. നിങ്ങളുടെ ബിൽഡിംഗ് ഈ രീതിയിലേക്ക് ഞാൻ ചെയ്യും, ഞാൻ എനിക്ക് ബിസിനസ് തരാം, അതുപോലെ ബിസിനസ് ഉണ്ട്. ഇതാണ് ഓരോ ചെയ്യുന്ന ബിസിനസ്. ഇന്ന് ഓരോ തന്നെയല്ല, കുറെ അധികം പറഞ്ഞ പോലെ യാത്ര പോകുന്നു, അതിനോട് കുറെ അധികം എന്താണ് ബിസിനസ് ഇന്നുകൊണ്ടേക്കുണ്ട്. പക്ഷെ ഇവരൊക്കെ ഫ്രണ്ട് റണ്ണേഴ്സ് ആണ്. തുടക്കം ഇവരിൽ നിന്നല്ല. ഒരു ഫാം ഒരു ഫാം നിങ്ങൾ പറയട്ടെ. പ്രശാന്ത് ഫൗണ്ടർ ആൻഡ് CEO വടഞ്ചിയ ഹെൽത്ത് കാർഡ്. ആദ്യം ഹെൽത്ത് കാർഡായിട്ടാണ് തുടങ്ങിയത്. ഇതിനകത്ത് എന്താ ചെയ്യുന്നത്? സിമ്പിൾ ഓൺലൈൻ ഫാർമസി. ദൂരെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. നമ്മുടെ ആദ്യം തലയിൽ വരാത്ത കാര്യം അദ്ദേഹം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ പ്രശാന്ത് ആണ് 1NG സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഫസ്റ്റ് ഹെൽത്ത് കാർഡ് സ്റ്റാർട്ട് ചെയ്തു. അത് 1NG ആയി ഡാറ്റ എടുത്തു. ഈ ഒരു ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വലിയ ടീമുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും. അവർക്ക് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഐഡിയ ഇല്ല, അവർക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാനാണ്. അവരുടെ നല്ല ഫണ്ടുണ്ട്. പക്ഷെ ഈ ഐഡിയ എന്ന് പറയുന്നതല്ലോ ഇപ്പൊ ഇരിക്കുന്നത് നിങ്ങളിൽ നിന്നേ വരുന്നു, യൂത്തിൽ നിന്നേ വരുള്ളൂ. കാരണം നിങ്ങൾക്കാണ് ഇന്നത്തെ ഫണ്ട്സ് അറിയാമോ, ലോകത്ത് എന്താണ് മാറ്റം വരുന്നതെന്ന് അറിയാവുന്നത് നിങ്ങൾക്കാണ്.
ഈവൻ ടീച്ചേഴ്സിനും എനിക്കറിയില്ല. പലരും ഞാൻ ഉൾപ്പെടെയുണ്ട് ഔട്ട്ഡേറ്റഡ് ആണ്, അറിയില്ല. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം എടുക്കുന്നു. കാരണം കോളേജിലെ ആക്ടിവിറ്റീസ് ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്താലേ നമുക്ക് ഫോളോ ചെയ്യും. ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ പിള്ളേരോട് പറഞ്ഞു ഈ പ്രോഗ്രാം ഒക്കെ നിങ്ങൾ കാണുന്നില്ല, ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. അപ്പോഴൊക്കെ പിള്ളേരുണ്ട് നിങ്ങളായി ഫേസ്ബുക്കിൽ ഇല്ല, ഞങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാം. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാ ആക്റ്റീവ് ആവാൻ പോയത്. അപ്പൊ ഞങ്ങളൊക്കെ അത്ര അപ്ഡേറ്റഡാണ്. പക്ഷെ നിങ്ങൾക്കറിയാം ലോകത്ത് എന്താണ് നടക്കുന്നത്, മാറ്റം വരുന്നത് എന്താണ്, എന്താണ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയുള്ള ഐഡിയ ഉണ്ടാകുന്നത് എപ്പോഴും യൂസിക്കുന്നതാണ്. ഈവൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ പോലും നിങ്ങൾ ഉണ്ടാക്കുന്ന നല്ല പ്രോഡക്ട്സ് നിങ്ങൾ കമ്പനികളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെടുക്കാൻ കഴിയാണ്. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയാവൂ. പക്ഷെ നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഇന്നോവേഷൻ അതിനെ സ്കെയിൽ ചെയ്യാൻ നമുക്ക് പറ്റും. അങ്ങനെ കൊടുക്കും. അതാണ് ഈ ടാറ്റയൊക്കെ ചെയ്തത്. വണ്ടൻജി എന്ന് പറഞ്ഞ ഇന്നോവേഷൻ അദ്ദേഹം കൊണ്ടുവന്നു. അതിനെ പിന്നീട് ടാറ്റ ചെയ്തു, അത് എക്സ്പാൻഡ് ചെയ്തു. സോ ഇതാണ് സ്റ്റാർട്ടപ്പിന്റെ ഒരു ബ്യൂട്ടി. സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്ന് പറയുന്നത് ഇതാണ്. നല്ല ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവന്നിട്ട് നല്ല സൊല്യൂഷൻസ് കൊണ്ടുവരിക. ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ലക്ഷ്മി പ്രസാദ്. ലക്ഷ്മി പ്രസാദ് ഇദ്ദേഹത്തിന് അറിയാം, പാട്ട്നർ അല്ലെ? പാട്ട്നർ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ട്, അക്ഷയ് കുമാറിന്റെ സിനിമ പാട്ട്നർ, സോറി പാട്ട്നർ കണ്ടിട്ടുണ്ട്. അതായത് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ബിസിനസ് ആണ് ഈ പാർട്സ് സാനിറ്ററി കാര്യങ്ങളെല്ലാം. അപ്പൊ അതിനെ അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അദ്ദേഹം മനസ്സിലാക്കി ഇത് ഇത്ര വിലയാണ്. പക്ഷെ അദ്ദേഹത്തിന് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഇത്ര വില മേടിക്കുന്ന കാര്യങ്ങളില്ല, കുറച്ച് പഞ്ഞി കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തുള്ളൂ. അപ്പൊ ഇതിനെ എങ്ങനെ, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതായത് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം അറിയില്ല, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ചെയ്തത് ഈ കുറെ കോളേജ് സ്റ്റുഡൻസുമായിട്ട് ഒക്കെ ഇദ്ദേഹം കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അന്നത്തെ ഇദ്ദേഹം ആദ്യം സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി, കോളേജ് സ്റ്റുഡൻസും കൊടുത്തു. അപ്പൊ കോളേജ് സ്റ്റുഡൻസിനോട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് അത് ടെസ്റ്റ് ചെയ്യാനുള്ള പണി. അവർ പറഞ്ഞത് നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അവർക്ക് ചെയ്യുന്നില്ല, വെറുതെ പറയുന്നത് മാത്രം. അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ബ്ലാഡർ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കെട്ടിവെച്ചു, ഫുട്ബോൾ ബ്ലാഡർ കെട്ടിവെച്ചിട്ട് അതിനകത്ത് ബ്ലഡ് പോലെ നിറച്ച് നാപ്കിൻ അതിന്റെ മുകളിൽ വെച്ച് കെട്ടി അദ്ദേഹം പരീക്ഷിക്കും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഡെഡിക്കേഷൻ ആണ്. ഡെഡിക്കേഷൻ എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ഇൻവെന്റ് ചെയ്ത ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇൻവെന്റ് ചെയ്തത്. അതിനു വേണ്ടിയിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫ് കൊണ്ട് സാക്രിഫൈസ് ചെയ്തു. അദ്ദേഹത്തിന് നാട്ടുകാരൊക്കെ കല്ലെന്നവരുണ്ട്. കാരണം ഇദ്ദേഹം ബ്ലാഡർ വെച്ച് സൈക്കിൾ ഓടി കൊടുക്കും, ബ്ലഡ് വെക്കും. അപ്പൊ ഇതൊക്കെ ഇദ്ദേഹത്തിന് പ്രാന്താണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റ കോസ് ഉണ്ടാകുന്നത് ഒരു സാധാരണ നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തില്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലെല്ലാം ഈ പറയുന്ന നാപ്കിൻസ് വരുന്നത്. ഇത് എന്ത് ചെയ്യാൻ പറ്റും? അത് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നാപ്കിൻ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തത്. ഇന്ന് ഒത്തിരി പേര് അദ്ദേഹത്തിന് കീഴിൽ ജോലി എടുക്കുന്നത്. വളരെ ചെറിയ കോസ്റ്റിലാണ് ഇദ്ദേഹം ഈ പാർട്സ് വിൽക്കുന്നത്. അപ്പോ ആ ഒരു കാരണം നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൊന്നും പലപ്പോഴും ഇത് ഉപയോഗിക്കാനൊന്നും ഒരു കാര്യമില്ല. അപ്പൊ അവരുടെ ഐറ്റി അവരിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്ര നേരം 1000 കോടിയുടെയും 2000 കോടിയുടെ ഒക്കെ ബിസിനസിന്റെ കാര്യം പറഞ്ഞു. ഇതിലൊക്കെ ഇന്നോവേഷൻ റിസർച്ചിനൊന്നും ബിസിനസ് മാത്രമല്ല ഉള്ളത്. ഇതിനൊരു സോഷ്യൽ കോസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷെ പണം ആവശ്യമില്ലായിരിക്കും, അല്ലെങ്കിൽ പണത്തിനോട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് അതിന്റെ സോഷ്യൽ കോസ്. ഇതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട്. ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ആളുകൾ വർക്ക് ചെയ്യുന്നു, അവർക്ക് ജോലി കിട്ടുന്നു, ആ പ്രൊഡക്റ്റ് കൊണ്ട് കുറെ പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോ ബിസിനസ് എന്ന് പറയുന്നത് അതൊരു ഞാൻ അടുത്ത നാളിൽ കേട്ട ഒരു ടോക്കാണ്. നമ്മുടെ നാച്ചുറൽസ് എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറിന്റെ
ചെയിൻ ബ്യൂട്ടി പാർലറാണ് നാച്ചുറൽസ്. അറിയാലോ? അത് പറയാനെങ്കിൽ ഓക്കെ. അപ്പോ ഈ നാച്ചുറൽസിന്റെ ഓണർ അദ്ദേഹത്തിന്റെ ഒരു ടോപ്പ് അദ്ദേഹം പറയുന്നത് മിഡിൽ ക്ലാസ് ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിന് പണം ഉണ്ടാക്കുന്നത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പണം നമ്മൾ ഉണ്ടാക്കിയിരിക്കും, അതായത് ഗുഡ് പീപ്പിൾ മണി ഉണ്ടാക്കിയിരിക്കും. എന്താ പ്രശ്നം? That money will go to bad people. And then that's why good people. അല്ലെ? പലപ്പോഴും നമ്മൾ നോക്കിയാൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ആളുകളുടെ പണം അവരിന്ന് മിഡിൽ ക്ലാസ്സുകാരാണ്. അവരുടെ ചിന്ത പണം ഉണ്ടാക്കരുത്, പണം ഉണ്ടാക്കുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നവരൊക്കെ പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിലെ ഒരു പ്രത്യേക പരിസ്ഥിതി പണം ഉണ്ടാക്കുന്നവരൊക്കെ ഭൂഷ്വാസികളാണ്. അപ്പൊ അങ്ങനെയല്ല, പണം ഉണ്ടാക്കി നമ്മൾ പണം ഉണ്ടാക്കിയെങ്കിൽ ഉണ്ടാക്കാൻ അറിയാവുന്നതിലേക്ക് അത് ഒരു പക്ഷെ ബാഡ് പീപ്പിൾ ആവാം. ബാഡ് പീപ്പിൾ ആണെങ്കിൽ അത് തിരിച്ച് നമുക്ക് തന്നെ തിരിച്ചടിക്കാം. അപ്പൊ എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ഡോക്ടർ പറഞ്ഞ ഞാൻ ഈ സമയത്ത് നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സിനും ഏതൊരു ഓണ്ടർപ്രണർഷിപ്പിനും ഒരു സോഷ്യൽ കോസ് ഉണ്ട്. ഈ ലക്ഷ്മി പ്രസാദ് ചെയ്തതാണ്. അദ്ദേഹത്തിന് പണം ഉണ്ടാക്കുന്ന ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ഒരു സോഷ്യൽ കോസ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ സാധാരണ ഇന്ത്യക്കാരന് പ്രാപ്യമാകുന്ന രീതിയിലുള്ള ഒരു സാനിറ്ററി പാഡാണ് അവരത് വാങ്ങിക്കാൻ പറ്റണം. അതാണ് അദ്ദേഹം ഇൻവെൻഷനിലൂടെ ചെയ്തത്. ഇങ്ങനെയുള്ള പ്രോസസ് ഉണ്ട്. അതുകൊണ്ട് ബിസിനസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചേതമംഗലം കൈത്തറി കണ്ടിട്ടുണ്ടോ? ചേതമംഗലം കൈത്തറി കാരണം അവരുണ്ടാക്കി വെച്ച പ്രൊഡക്ട്സ് എല്ലാം പോയി, അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം പോയി. സോ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അവിടെ ഒരു ലേഡി വന്നു. ഞാൻ അവരുടെ പേര് മറന്നുപോയി. ഒരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിന് അതിന്റെ കോൺസെപ്റ്റിലൂടെയാണ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ്, സമൂഹത്തിന് വേണ്ടി ഓണ്ടർപ്രണർഷിപ്പ് ചെയ്യുന്നവർ. സോ ആ ലേഡി എന്താ ചെയ്തത്? കുട്ടികളെ ഉണ്ടാക്കി. എന്നിട്ട് ഇത് ലോകം മുഴുവൻ ഇന്റർനെറ്റിലൂടെ ഇതിനാലൊക്കെ വന്ന സമയത്ത് വലിയ ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ചേറിൽ കിടന്ന അന്ന് തൊഴിലാളികളുടെ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് സോഷ്യൽ കോസ് എന്താണെന്നുള്ളത്. എന്റർപ്രണർഷിപ്പിന്റെ ഒരു സോഷ്യൽ റെലവൻസ് അതാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് കോളേജുകളും ഇപ്പോ ഈ പറയുന്ന ഓണ്ടർപ്രണർഷിപ്പിനും ഇന്നോവേഷനും ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളോർക്കും ഇത് വെറുതെ കോളേജ് നടത്തുന്നതാണ്, അല്ലെങ്കിൽ കോളേജിന്റെ പേര് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പേര് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് പറയാറുള്ളത്. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് ഇതിന്റെ ഒരു സോഷ്യൽ കോസ് പറയുന്നത് ഇതാണ് പറയുന്നത്. സോ അതിലേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സെഷൻ. അപ്പോ ഒരു ഐഡിയ പിടിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. Maximum okay. Time start now പറയും. Time start now പറയും. അതിൽ ചെയ്ത മതി. 30 seconds ആണോ? ഒരു okay. Your time starts now.
അല്ലെ കൊടുത്തില്ല. കുറച്ചുകൂടെ ആൾക്കാരുണ്ട്. ഓടിക്കൊടുത്തു, എല്ലായിടത്തോടെ പോയി കൊടുത്തു. പിന്നെ രണ്ട് കൈ കൊടുത്തു. രണ്ട് കൈ കൊടുത്ത ആരാളെ? രണ്ട് കൈ കൊടുത്തുള്ള ആരാ? ഒന്ന് എഴുന്നേറ്റിക്കാവോ? ഒന്ന് എഴുന്നേറ്റിക്കാവോ? You have been the boss. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ്, പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ്. നിങ്ങളോട് എല്ലാവരോടും ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങളോട് 2 കൈ കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല. എല്ലാവരും എന്ത് ചെയ്തു? ഒറ്റ കൈ കൊണ്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തു, അല്ലെ? അപ്പൊ നമ്മൾ ഈ ആക്ടിവിറ്റീസ് 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, അല്ലെങ്കിൽ 2 കൈ കൊണ്ട് കൊടുക്കാൻ നമ്പർ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ കൊടുക്കാതെ നമ്മൾ കൊടുത്തയാള് 2 കൊടുത്തതിന്റെ അല്ലേ? അല്ലേ? 52, right? So this is startup. സാധാരണക്കാർ ഇങ്ങനെ എല്ലാവരും പോകുന്ന വഴികളോട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? സ്മാർട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്മാർട്ട് ആയാൽ മാത്രമാണ് നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ മാത്രമല്ല, ഈ ലൈഫിൽ പോലും നമുക്ക് ആ ഒരു സ്മാർട്ട്നെസ് ഉണ്ടാവും. ഈ ഹാർഡ് വർക്ക് എല്ലാം സ്മാർട്ട് വർക്കിലാണ് കാര്യം, ഹാർഡ് വർക്കിലല്ല സ്മാർട്ട് വർക്കിലാണ് കാര്യം വരുന്നതെന്ന് പറയാറില്ല. അതിന് കാരണം ഇതാണ്. ഓക്കെ, രണ്ടാമത് നമ്മൾ പറഞ്ഞു അങ്ങോട്ട് പോയില്ലേ? അങ്ങോട്ട് പോയി ഇവിടെ മാത്രമല്ല, അങ്ങോട്ട് പോയി. അതിന്റെ അർത്ഥം എന്താ? You are ready to break your comfort zone. പലപ്പോഴും ബിസിനസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലൈഫിൽ സക്സസ് ആവുന്ന ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. നമുക്കെല്ലാം നമ്മളുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോൺ. എന്റെ വീട്, പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. വേറെ ഒരു കാര്യം പ്ലാൻ ചെയ്തോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ 5 സെക്കൻഡ്സ് തുടങ്ങും പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞില്ല. ഇത് നമ്മൾ പറയാൻ പോകുന്ന പ്ലാനിങ്ങിനെ കുറിച്ചാണ്. ഐഡിയ മാത്രമായിട്ട് ഒരിക്കലും വർക്ക് ചെയ്യാൻ പോകുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐഡിയ ഇല്ലാത്തവരുണ്ട്. ചിലർക്ക് ഐഡിയയുടെ കൂമ്പാരമായിരിക്കും. ഞങ്ങളുടെ കോളേജിൽ ഒരു ഹാക്കത്തോൺ ആണ്. ഹാക്കത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം എടുക്കും, ആ പ്രോബ്ലത്തിന് അവർക്ക് സൊല്യൂഷൻ കൊണ്ടുവരണം. എന്തൊക്കെ സൊല്യൂഷൻ കൊണ്ടുവന്നത് ഭയങ്കര ഡയഗ്നോസിസ്, അതായത് നോർമൽ വെൽബീയിങ്ങിലുള്ള ഒരു ആള് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലം നമ്മുടെ ബോഡിയാണ്, എന്റെ ബോഡി ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡിസീസ് ഡയഗ്നോസിസ് എങ്ങനെ ചെയ്യാം, ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കുട്ടികൾക്ക് പറയുന്നത് ബ്രില്യന്റ് ഐഡിയ ആണ് വരുന്നത്. പലപ്പോഴും പ്രശ്നം ഇവിടെ ഐഡിയക്കല്ല, നമുക്ക് കൃത്യമായിട്ടുള്ള എക്സിക്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഇല്ല. ഇത് എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം എന്നുള്ളതിന് ഒരു പ്ലാനിങ് ഇല്ല. അപ്പോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്ലാനിങ്ങിനെ കുറിച്ചാണ്. പ്ലാൻ, ഹൗ ടു പ്ലാൻ എ ബിസിനസ്. ബ്രേക്ക് വേണോ? വേണം. വേണ്ട. സോ നെക്സ്റ്റ് അപ്പൊ നമ്മുടെ കയ്യിൽ ഐഡിയ ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ സപ്പോസ് നിങ്ങൾ ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരുന്നു അല്ലെ? സോ പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയില്ല. എങ്ങനെയാണ് നമ്മൾ ഐഡിയയിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അച്ചീവ്
അച്ചീവ്മെന്റിലേക്ക് എത്തുക. അതാണ് ഫീസിബിലിറ്റി അനാലിസിസ്. അസസിംഗ് അച്ചീവബിലിറ്റി ഓഫ് ദി എൻഡോവർ. സോ നമുക്ക് ഇത് ഞാൻ പറയുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. വേറെ ഒരാൾ പറയുമ്പോൾ ഇതിനപ്പുറത്തേക്കുള്ള എക്സ്പീരിയൻസ് അയാൾക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഡെവലപ്പ് ചെയ്യാം. അതായത് എന്റെ അഭിപ്രായത്തിൽ ഒരു ബിസിനസ്സിന് വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് ചെയ്യാം, കുഴപ്പമില്ല. സോ ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫീസിബിലിറ്റി, മാർക്കറ്റ് ഫീസിബിലിറ്റി, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, ലീഗൽ ഫീസിബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ് നമുക്ക് അതിന് അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാവുള്ളൂ. സോ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫീസിബിലിറ്റി. ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഐഡിയ വർക്ക്ഔട്ട് ആവും, ഇതിന് എന്തെങ്കിലും അക്സെപ്റ്റൻസ് കിട്ടും, ഇതാണ് നമുക്ക് അറിയേണ്ടത്. സോ ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റഡി പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫീസിബിലിറ്റി. അതിൽ തന്നെ പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ, കോൺസെപ്റ്റ് ടെസ്റ്റിംഗ്. നിങ്ങളുടെ കോൺസെപ്റ്റ് ആദ്യം ഇത് വർക്ക്ഔട്ട് ആവും എന്ന് ചോദിച്ചു നോക്കാം. ഏറ്റവും നല്ല കൂട്ടുകാരെ എടുത്ത് വെക്കണം. തുറന്നു പറയാം നടക്കില്ല എന്നുള്ളത്. പക്ഷെ എന്ത് കരുതി അവര് പറയുന്നതെല്ലാം എടുക്കുന്നതല്ല ഞാൻ പറയുന്നത്. കോൺസെപ്റ്റ് മാത്രം പ്രൊഡക്റ്റിലേക്ക് നമ്മൾ പോയിട്ടില്ല. സിസ്റ്റത്തിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ എടുത്ത് വെക്കാം. ഈ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക്ഔട്ട് ആവുമോ എന്നുള്ളത് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന് ആക്ച്വലി ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിക്കാം. സെക്കൻഡ് വൺ, യൂസബിലിറ്റി ടെസ്റ്റിംഗ്. അതായത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ചെറിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് നോക്കിയാൽ അതിനെ നിങ്ങൾക്ക് അതിന്റെ ആക്ച്വൽ യൂസേഴ്സിലേക്ക് കൊടുക്കാം. അതായത് അത് ഉപയോഗിക്കുന്നവരാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഗെയിം നിങ്ങൾ ഡെവലപ്പ് ചെയ്തു, ആ ഗെയിം ഉപയോഗിക്കുന്ന ഈ ഗെയിം അവരുടെ ഇതിലേക്ക് കൊടുക്കാം. ഈ ഗെയിം കളിച്ചോ, ഇതൊന്ന് നോക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ അവർ ആ ഗെയിം കളിച്ചു. അപ്പൊ അവർ കറക്റ്റ് ആയിട്ട് പറയും. കാരണം ലോകത്തുള്ള എല്ലാ ഗെയിമും കളിച്ച എക്സ്പീരിയൻസ് ആണ്. അപ്പൊ കൃത്യമായിട്ട് പറയും ഇത് ഇതിന്റെ പ്രോബ്ലം ഉണ്ട് എന്ന് പറയും. ഈ ഇൻഡസ്ട്രിയിലാണ് നിങ്ങളത് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കാം. എന്നിട്ട് പറയുക ഇത് ഞാൻ ഡെവലപ്പ് ചെയ്ത പ്രൊഡക്റ്റ് ആണ്, ഇതിന് എന്തൊക്കെ പ്രോബ്ലം ആണ്, ഇത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നോക്കാൻ പറയണം. അപ്പൊ അവര് ചെയ്യും. അതാണ് യൂസബിലിറ്റി ടെസ്റ്റിംഗ്. And it helps to assess product ease of use, users perception of the experience and drawbacks. കൃത്യമായിട്ട് അവർ പറയും ഇതിനകത്ത് ഇന്ന മാറ്റങ്ങൾ വരുന്നത്, ഈ ഒരു ഫീച്ചർ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ നമുക്ക് അത് നോക്കാം. നമ്മൾ ചിന്തിക്കാറില്ലേ, ഇൻസ്റ്റാഗ്രാമിൽ കയറി അല്ലെങ്കിൽ വാട്സാപ്പിൽ കയറി ഇന്ന ഫീച്ചറുകൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് അപ്ഡേഷൻ വരും, അല്ലെ? അപ്ഡേഷൻ എടുക്കും. ആ അപ്ഡേഷൻ ഒക്കെ മിക്കവാറും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ടാവും. എങ്ങനെയാ വരുന്നത്? അവർ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി നടത്തി അത് അവരുടെ പ്രോഡക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്ത് റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് യൂസബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. Then next is industry attractiveness. അതായത് നമ്മൾ സ്റ്റഡി നടത്തുന്ന അടുത്തത് മാർക്കറ്റ് ഫീസിബിലിറ്റി ആണ്. യൂസറിന്റെ അടുത്ത് നമ്മൾ കൊടുത്തു, യൂസർ പറഞ്ഞു. പക്ഷേ യൂസർ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഒരു യൂസറിനോ അല്ലെങ്കിൽ 10 യൂസറിനോ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. It should acceptable in a market. So അതെങ്ങനെയാണ്? First one, industry attractiveness. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻഡസ്ട്രി, whether it is saturated industry or a new industry, whether it has a growth potential, ഇത് നമ്മൾ സ്റ്റഡി ചെയ്യണം. അതിന് പല റിസർച്ചസ് ആണ്. പ്രൈമറി റിസർച്ച്, അതായത് നമ്മൾ പോയിട്ട് നമുക്ക് ഗവൺമെന്റിന്റെ ഡോക്യുമെന്റ്സ് എടുക്കാം. എത്ര ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, ഈ കമ്പനി ആക്ച്വലി കേരളത്തിൽ ആവശ്യമുണ്ടോ, കേരളത്തിൽ ഇപ്പൊ നിലവിൽ ഈ പ്രൊഡക്റ്റ് ഉള്ള കമ്പനികളുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ ടെസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിക്കാം, ഇൻഡസ്ട്രി ഓണേഴ്സുമായിട്ട് സംസാരിക്കാം. ഇവിടെ കൊമേഴ്സ്യൽ ചേംബർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ആൾക്കാരുണ്ട്, അവരൊക്കെയായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതിലൊക്കെയാണെങ്കിൽ ഐഡിയസ് എന്ന പ്ലാറ്റ്ഫോം ഇവിടെ കോളേജിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കും. അപ്പൊ അവരുടെ അവർ കണക്ട് ചെയ്ത് തരും. സോ യു കൻ ഗോ ആൻഡ് ഡു പ്രൈമറി റിസർച്ച്. സാറിവിടെ പറഞ്ഞു റിസർച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നല്ല റിസർച്ച് നമ്മൾ നടത്തണം. അത് നടത്തിയതിനു ശേഷം ഈ ഇൻഡസ്ട്രി, നമ്മുടെ ബിസിനസ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രി അട്രാക്റ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ദ നീഷ് മാർക്കറ്റ്. നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ആ പ്രൊഡക്റ്റിന് ഒരു നീഷ് മാർക്കറ്റ് ഉണ്ട്. അത് അഡ്രസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. അതാണ് നമ്മൾ നീഷ് എന്ന് പറയാം.
ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി ഹോട്ടൽസ് ഉണ്ട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടെയെല്ലാം ചിക്കൻ ഡിഷ് ഉണ്ട്. പക്ഷേ KFC ഡിഫറൻസ് ഫ്രം ഓൾ ദീസ് റെസ്റ്റോറൻറ്റ്സ് എന്താ ഈ റെസിപ്പി അല്ലെ, അതിന്റെ റെസിപ്പി എല്ലായിടത്തും കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ ടേസ്റ്റ് എല്ലായിടത്തും കിട്ടുന്നില്ല. സോ അത് അഡ്രസ് ചെയ്യുന്ന ഒരു നീഷ് മാർക്കറ്റ് ഉണ്ട്. ആ ഇപ്പൊ നമ്മൾ KFC കഴിച്ചിട്ട് മിക്കവാറും നമ്മുടെ വീട്ടില് പ്രായമായവരുടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അവർ എനിക്ക് ചില മസാലയും എരിവൊക്കെയുള്ള ചിക്കനാണ് വേണ്ടതെന്ന് പറയും. അപ്പോ അത് അഡ്രസ് ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് യൂത്താണ്, അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടുന്നവരാണ്, ഇത് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണ്. സോ ആ മാർക്കറ്റ് ഈ നാട്ടിലുണ്ടോ? അങ്ങനെ ഒരു സ്റ്റഡി നമ്മൾ നടത്തും. നമ്മളുടെ പ്രോഡക്റ്റ്, നിങ്ങളൊരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് നോക്കിയിരുന്നു, ഈ കോസ്മെറ്റിക് പ്രോഡക്റ്റ് അതിന്റെ പ്രൈസ് റേഞ്ച് എത്രയാണ്, അതിന്റെ ക്വാളിറ്റി എന്താണ്, ആ പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺസ്യൂമർ ഇവിടെ ഉണ്ടോ, അത് നമ്മൾ അന്വേഷിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ മാർക്കറ്റ് സ്റ്റഡി നടത്താം, ഒരു ഫോം കൊടുക്കാം, അവരോട് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇത് മാർക്കറ്റ് ചെയ്യാവൂ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് അടുത്ത സ്റ്റേജിലേക്ക് പോകാവുള്ളൂ. അതുവരെ നമുക്ക് പ്ലാനിങ്ങിൽ അടുപ്പിക്കാം. ദെൻ കറന്റ് ഡിമാൻഡ് അനാലിസിസ്, നിലവിലെ ഇതിന് മാർക്കറ്റ് ഉണ്ടോ, അതുപോലെ തന്നെ ഫ്യൂച്ചർ മാർക്കറ്റ്, ഫ്യൂച്ചറിൽ ഇതിന് മാർക്കറ്റ് ഉണ്ടോ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കറന്റ് സ്റ്റഡി നടത്താൻ നമുക്ക് എളുപ്പമാണ്. നല്ലൊരു മാർക്കറ്റ് സർവേ നടത്തി ഈ പ്രൊഡക്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു എന്താണ് ഒരു ഡ്രിങ്ക്, എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്ക് നിന്ന് മാർക്കറ്റിലേക്ക് ഇറക്കുവാണ്. അപ്പൊ ഈ ഡ്രിങ്കിന്റെ ഈ ടേസ്റ്റ് ഇഷ്ടമുള്ളവര്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സംഭാരം ഇല്ലേ, ഓരോ വെച്ചിട്ടുള്ള സാധനം അത് ഇറക്കും. പക്ഷെ പലപ്പോഴും അവർ സക്സസ് ആവാറില്ല. നമ്മളിപ്പോഴും മേടിച്ചു കുടിക്കുന്നത് എന്താ, സ്പ്രൈറ്റും ഒക്കെ കോള, കാരണം കൂടുതൽ പേർക്ക് ഇഷ്ടമാണ്, അതല്ലെങ്കിൽ ലൈഫോടെ മേടിക്കും. പക്ഷെ ആ ഒരു ടേസ്റ്റ് എന്തുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിന് കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ട് അവതരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാം. അപ്പോ പക്ഷെ ഇതൊന്നും അറിയാതെ വീണ്ടും സംഭാവന കമ്പനികൾ ഇഷ്ടമായി ഇതൊന്നും ലാഭം ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അറിയുന്നത് ഒരു മാർക്കറ്റും ഒരു ബ്രാൻഡ് കൂടി ഇല്ല സംഭാവന കൊടുക്കും. കാര്യം വളരെ ഹെൽത്തിയാണ്, ബട്ട് മാർക്കറ്റ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ്. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റ് സർവേ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഫ്യൂച്ചർ റിവ്യൂ. മാർക്കറ്റ് കിട്ടി അല്ലെങ്കിൽ നിലവിൽ ഇതിന് അട്രാക്റ്റീവ് ആണ് മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ കോവിഡ് ടൈമില് മാസ്ക് എല്ലാവർക്കും വേണമായിരുന്നു. അപ്പൊ നമ്മൾ പറയുകയാണ് ഇപ്പോൾ മാസ്കിന്റെ യുഗം നമുക്ക് വന്നിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാല് 6 മാസം കഴിയുമ്പോൾ വാക്സിൻ വന്നു, ഈ സാധനം എങ്ങനെയൊക്കെ പറഞ്ഞാൽ നോക്കിയിരുന്നവരാണ്. പിന്നെ മാസ്കിന് ആവശ്യമുണ്ടോ, ഹോസ്പിറ്റലുകളിൽ മാത്രം പിന്നെ മാസ്ക് മതി, ആ ഒരു കണ്ടീഷനിലേക്ക് പോയി. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടായിരുന്ന ആ ഒരു മോഡലിലേക്ക് പിന്നെ ആവശ്യം വന്നില്ല. അപ്പൊ അതാണ് ഫ്യൂച്ചർ ഫോർകാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ആ ഫ്യൂച്ചർ ഡിമാൻഡ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. ഈ സ്റ്റഡി എല്ലാം നടത്തിയതിനു ശേഷം പിന്നെ ചെയ്യേണ്ട ഫീസിബിലിറ്റി അനാലിസിസ് ആണ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി. ഇത് ഫിനാൻഷ്യലി വർക്ക്ഔട്ട് ആവും. അതിന് സാധാരണ രീതിയിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പ്രൊജക്ട് കോസ്റ്റ് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. നമുക്കെന്താ നമുക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു നല്ല കട അല്ലെങ്കിൽ ഒരു നല്ല മെഡിക്കൽ സ്റ്റോർ അത് ലൈഫ് ഫിറ്റിംഗ് വെച്ചിരിക്കുമ്പോൾ ഭയങ്കര രസമുള്ള കാണാൻ. അവർ കാറിൽ നടക്കുന്നു, ഓണർ കാറിൽ നിൽക്കുന്നു, നല്ല അടിപൊളിയായിട്ട് നടക്കുന്നു, കയ്യിൽ ഐഫോൺ പിടിക്കുന്നു, നല്ല വില കൂടിയ ഗാഡ്ജറ്റ്സ് വയ്ക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ അട്രാക്ഷൻ. അതല്ലാതെ ഒരു ബിസിനസ്സിന് വേണ്ട കുറച്ച് കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അതിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ എന്ത് ചെയ്യണം, ആ കോസ്റ്റിന് അതിനെ കുറിച്ചാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. ലാൻഡ് വേണം, ചില ബിസിനസ്സിന് ലാൻഡ് വേണം, പിന്നെ സൈറ്റ് ഡെവലപ്മെന്റ്. ലാൻഡ് കിട്ടിയതുകൊണ്ട് കാര്യമില്ല, ആ ലാൻഡിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യണം. ദെൻ ബിൽഡിംഗ്സ് ഉണ്ട്, സിവിൽ വർക്ക്സ് ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിക്കണം, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. അതായത് അതിന് ഡെയിലി ചിലര് ഭയങ്കരമായിട്ട് ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. ചില കടകളൊക്കെ കുറച്ച് നാളുകളുള്ള എറണാകുളത്തെ ഒരു സിൽക്ക് തുടങ്ങിയെന്ന് പറഞ്ഞാൽ 1 വർഷം പോലും നിന്നില്ല. കാരണം ഫസ്റ്റ് തന്നെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇതിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. ബിസിനസ് നടക്കുന്ന സമയത്ത് ഇത് വീണ്ടും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ
അല്ലെങ്കിൽ ആക്ച്വൽ വർക്കിംഗ് നടക്കണമെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഒരു ബില്ലിംഗ് കെട്ടിപ്പൊക്കിയതുകൊണ്ടോ ആദ്യം തന്നെ കുറെ പേര് ജോലിക്ക് എടുത്തുള്ള കാര്യമില്ല. ഇതിന്റെ ഡെയിലി റണ്ണിംഗ് ഉണ്ട്. അപ്പൊ അത് എത്ര രൂപ വരും? ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ ഒരിക്കലും ഒരു ബിസിനസ് ഫസ്റ്റ് ലാഭത്തിലായിരിക്കില്ല. ഒരു 1-2 വർഷത്തേക്ക് നഷ്ടമായിരിക്കും. ജിയോയ്ക്ക് അറിയാൻ പാടില്ല. ജിയോ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അല്ലെ. അത് നഷ്ടമാണെന്ന് അവരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് ഫ്രീ ആയിട്ട് കൊടുത്തത്. പക്ഷെ അത് അവരെവിടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിനേക്കാളും നല്ലതായിരുന്നു. കാരണം എല്ലാവരും ഫ്രീ ആയിട്ട് മേടിച്ചു. പിന്നെ അവർക്ക് ജിയോ എന്താണെന്ന് ആരെങ്കിലും മറ്റേ ടിവികളോ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള മാനേജ് ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും. അത് മുൻപി കണ്ടുകൊണ്ട് വേണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇന്ന് തുടങ്ങി നാളെ പൈസ വരില്ല, പണം വരില്ല. ചിലപ്പോൾ 4-5 വർഷം വേണ്ടി വരും. ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാവണം. സാലറി ആൻഡ് എംപ്ലോയി വെൽഫെയർ. നമ്മള് കുറെ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. അവർക്കെല്ലാം വെൽഫെയർ സാലറി മാത്രം കൊടുത്താൽ പോരാ. സാലറി ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പ്ലസ് അവർക്ക് ESI, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ലേബർ റൂൾസ് ആണ്. അത് ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റണം. അതിനുള്ള ഫീസിബിലിറ്റി എനിക്കുണ്ടോ? ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്നുണ്ടോ? അതായത് നമ്മളുടെ പ്രിവൈസി ഇൻഷുർ ചെയ്യുന്നവരും നമ്മളുടെ പല വർക്കേഴ്സ് ഇൻഷുർ ചെയ്യുന്നവരും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്രൊജക്ട് കോസ്റ്റ് വരും. അല്ലാതെ ഒരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നത് മാത്രമല്ല അതിന്റെ കോസ്റ്റ്. അതിന്റെ ഹിഡൻ ആയിട്ടുള്ള ഒത്തിരി കോസ്റ്റ് ഇതിന്റെ കൂടെ ഉണ്ട്. മീൻസ് ഓഫ് ഫിനാൻസ് ഏത് രീതിയിലാണ് നിങ്ങൾ ഫണ്ട് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുക? ഷെയർ ക്യാപിറ്റൽ, ടേം ലോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അതേപോലെ അതിന്റെ അടുത്ത ഫിനാൻസിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവണം ഫീസിബിലിറ്റി അനാലിസിസിന്റെ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് കേട്ടിട്ടുണ്ടോ? ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു ബിസിനസ് ഒരിക്കലും ആദ്യം ലാഭത്തിലായിരിക്കില്ല. ആ ബിസിനസ് ചെയ്ത് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഫസ്റ്റ് അതിനു വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ആ പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ലാഭമായിരിക്കും. അപ്പൊ സിമ്പിൾ കാൽക്കുലേഷൻ പറഞ്ഞാൽ ഇത്രയാണ്. നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 1 crore നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. ഈ 1 crore ഒരു 4 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അത് ബ്രേക്ക് ഈവൻ ആവുക. അപ്പൊ നിങ്ങളുടെ പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 4 വർഷം കൊണ്ട് 1 crore നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ വരണമെങ്കിൽ നിങ്ങൾ എത്ര യൂണിറ്റ് പ്രൊഡക്റ്റ് വിൽക്കണം? ഒരുപക്ഷെ നിങ്ങൾക്ക് ടാബ്ലറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മെഷീനറി ആയിരിക്കും, എക്യുപ്മെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ എക്യുപ്മെന്റ് എത്ര യൂണിറ്റ് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ബ്രേക്ക് ഈവനിലേക്ക് കിട്ടും. പിന്നെ നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ അങ്ങനെയായിരിക്കും. ഇത്ര യൂണിറ്റ് ഇത്ര രൂപയ്ക്ക് വിൽക്കണം, അതാണ് നിങ്ങളുടെ ഫോക്കസ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ലേ കമ്പനികൾ ഭയങ്കര ഓഫർ കൊടുത്തിട്ട് ഓരോ പ്രോഡക്റ്റ് വിൽക്കുന്നവരുണ്ടല്ലേ? ഓണം വരുമ്പോഴത്തേക്കും ബൾക്ക് സെയിലാണ് അല്ലെ? സോ എന്തുകൊണ്ട് ഈ ബൾക്ക് സെയിൽ വരുന്നത്? അവർക്ക് ആ ബൾക്ക് സെയിൽ നടത്തി കഴിയുമ്പോൾ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് പോയാൽ മതി. അവർക്കൊരു 10% 15% ഡിസ്കൗണ്ട് കൊടുത്താൽ പോലും കുഴപ്പമില്ല. പെട്ടെന്ന് അവർ ബ്രേക്ക് ഈവനിലേക്ക് എത്തും. വൺസ് ബ്രേക്ക് ഈവൻ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കഴിഞ്ഞാലും ലാഭം, പിന്നെ കിട്ടുന്നത് മുതൽ ലാഭം. അതവരുടെ അതുവരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അവർ കവർ ചെയ്തു. പിന്നെ ലാഭം. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാവണം. പലപ്പോഴും ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാവാനില്ല. അതുകൊണ്ടാണ് കൂടുതൽ ബിസിനസ് പരാജയപ്പെടുന്നത്. പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്, ബിസിനസ്സുകൾ തുടങ്ങി കഴിഞ്ഞാൽ പരാജയമാണ്, അല്ലെങ്കിൽ കുടുംബം നശിച്ചു പോകും എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. പലരും പറയാറുണ്ട്, നിങ്ങളൊക്കെ പലർക്കും ഇൻവെസ്റ്റ്മെന്റ് നിന്ന് പലരെടുത്ത് പറഞ്ഞാലും നിരുത്സാഹപ്പെടുത്തുന്നവരായിരിക്കും കൂടുതലുണ്ട്. അതിന്റെ റീസൺ ഇതാണ്. പരാജയപ്പെടുന്നതിന്റെ കാരണം വ്യക്തമായ സ്റ്റഡി ഇല്ലാതെ പ്ലാനിങ് ഇല്ലാതെ പോകുന്നതിന്റെയാണ്. അടുത്തൊരു കാര്യമാണ് ലീഗൽ ഫീസിബിലിറ്റി. ബാക്കി എല്ലാം നമ്മൾ ചെയ്യും, ഈ ഒരു കാര്യം മറന്നു. അതായത് നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻഡസ്ട്രി ലീഗലി ഫീസിബിൾ ആണ്. നമ്മളുടെ നാട്ടില് കുറെ അധികം ലോസ് ഉണ്ട്. കോപ്പിറൈറ്റ്, പേറ്റന്റ്, കമ്പനി ലോ, ലേബർ റെഗുലേഷൻ, എൻവയോൺമെന്റ് ലോ, പ്രൊഫഷണൽ ലോ, ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ ലോസ് ഉണ്ട്. ഈ ലോസ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റ് ജോസഫ് കോളേജ് ഓഫ് ഫാർമസി ഇത് നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് നമ്മൾ പഞ്ചായത്തിന്റെ പെർമിഷൻ എടുക്കും. അതിനുശേഷം കേരള ഗവൺമെന്റിന് കത്ത് കൊടുക്കും. അല്ലെങ്കിൽ അവിടെ അപ്ലിക്കേഷൻ കൊടുക്കും. അവരുടെ അപ്രൂവലിന് ശേഷം PCIക്ക് അപ്രൂവൽ കൊടുക്കും. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഈ അപ്രൂവൽ എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോ നോക്കിക്കാണുന്ന പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ
ഞാൻ പറഞ്ഞു വന്നത് നിങ്ങള് ഇതുപോലെയുള്ള ലോസ് കൂടെ നോക്കണം. പലപ്പോഴും ചില കമ്പനികൾ കണ്ടിട്ടില്ലേ, നന്നായിട്ട് എല്ലാം ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഡെവലപ്പ് ചെയ്ത് പ്രൊഡക്റ്റ് എല്ലാം റെഡിയാണ്, പക്ഷെ ഒരു അപ്രൂവലിന്റെ പേരിൽ, ഒരു കടലാസ് കിട്ടാത്തതിന്റെ പേരിൽ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവരില്ല. സോ അത് മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് കാരണമാണ് അന്നേ ഇതൊക്കെ തുറന്നതിന് മുമ്പ് പോയി ഒരു നല്ല അഡ്വക്കേറ്റിനെ കണ്ടാൽ, അല്ലെങ്കിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസൾട്ടന്റിനെ കണ്ടാൽ മതി. അയാൾ പറയും ഇത് നമ്മളുടെ നാട്ടിൽ വർക്ക്ഔട്ട് ആകുമോ, ഈ ലോ കംപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് വേണ്ട എലിജിബിലിറ്റി എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിക്കണം, എന്റെ ലാൻഡ് എങ്ങനെയായിരിക്കണം. ഇപ്പൊ നിങ്ങളൊരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാവരുത്, അതിന് എഫ്ലൂവന്റ് ട്രീറ്റ്മെന്റ് അങ്ങനെ പഠിക്കുന്നതാണ്. എഫ്ലൂവന്റ് ട്രീറ്റ്മെന്റ് എങ്ങനെ വേണം, ടാങ്ക് എങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ലോസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു കമ്പനിയിലേക്ക് തുടങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ കയ്യില് ഐഡിയ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടോ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടോ കൂടെ കുറെ ആളുകൾ ഉണ്ടായതുകൊണ്ടോ ഒന്നും കാര്യമില്ല. അതിന്റെ പുറകിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി വേണം. എല്ലാവരും പറയും ബിസിനസ് ചാലഞ്ചിങ് ആണ്, അല്ലെങ്കിൽ ബിസിനസ് ഫെയിലിയർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ബട്ട് വി ക്യാൻ ലിമിറ്റ് അവർ ലോസ്. നമുക്കൊരു എന്റെ നഷ്ടം എത്രയാവണം എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാൻ പറ്റും. ഐ ഹാവ് എ നോളജ് റിഗാർഡിംഗ് മൈ ഇൻഡസ്ട്രി. ഇത് എത്ര വരെ എനിക്ക് അഫോർഡബിൾ ആണ്, എത്ര വരെ ഇത് പോകാം എന്ന കാര്യം എനിക്ക് അറിയാൻ പറ്റും. അതുപോലെ ഉണ്ടാവാനുള്ള ചാലഞ്ചസ് എന്താണ്, എവിടെയൊക്കെ എനിക്ക് ചാലഞ്ച് ഉണ്ടാവാം, അതിനനുസരിച്ച് ഞാൻ എങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതെല്ലാം ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അതിനാണ് നമ്മൾ ഈ പറയുന്ന എക്കോസിസ്റ്റം നമ്മളുടെ കോളേജുകളിൽ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളെ പെട്ടെന്ന് ചാടി കയറി നിങ്ങളെ ബിസിനസ് തുടങ്ങിക്കോ എന്ന് പറയുമല്ല. നമ്മൾ പറയില്ലേ, നമ്മള് ഒരു പുഴയിലേക്ക് നമ്മൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എടുത്ത് ചാടുകയോ ചെയ്യുന്നത് അല്ല. എന്താ ചെയ്യുന്നത്, ഒന്നുകിൽ ഒരു കമ്പെടുത്തൊന്ന് കുത്തി നോക്കും, നമുക്ക് അറിയാൻ പാടുന്ന സ്ഥലമാണ് എന്തോരം ആളാണ്. അതും അല്ലെങ്കിൽ ഒരു കാലിവിടെ പുറത്ത് വെച്ചിട്ട് മറ്റേ കാലൊന്ന് താത്തി നോക്കും, അല്ലെ, ഇത് എന്തോരം ആഴം ഉണ്ടെന്നുള്ള. അത്രയെങ്കിലും നമ്മൾ ചെയ്യണം ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ്. ഇത് പണ്ടാതെ വീട്ടിൽ കുറച്ച് പൈസയുണ്ട് അല്ലെങ്കിൽ തരാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട്, എന്നാൽ ഞാനൊരു ബിസിനസ് അയക്കാം. ചിലപ്പോ അപ്പനമ്മയൊക്കെ പറയും നീ പോയിട്ട് അവിടെ പോയി യുകെയിലും കാനഡയിലും പോകണ്ട, എന്തെങ്കിലും പൈസ കൊടുത്താൽ ഇവിടെ കുറച്ച് പൈസ തന്നിരിക്കും. അതും വെച്ചോണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഇറങ്ങരുത്. അതുകൊണ്ടൊന്നും ബിസിനസ് ആവില്ല. നമുക്ക് നന്നായിട്ട് റിസർച്ച് നടത്തിയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എന്റെ റിസർച്ചിൽ അല്ലെങ്കിൽ എന്റെ സ്റ്റഡിയിൽ ഒന്ന് കുറവാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. പൈസ നഷ്ടപ്പെടാൻ ഒത്തിരി സമയത്തുണ്ടല്ല, ബിസിനസ് നഷ്ടപ്പെടാൻ 2 മാസം എടുക്കും. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റഡി നടത്തി വെക്കുക. ഇനിയാണ് ആദ്യം നിങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ ചാലഞ്ച്, ഫണ്ടിങ്. ഈ ഫണ്ടിങ് എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് അല്ലായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന സ്റ്റഡി കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയും. നല്ലൊരു റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് ചെയ്യാൻ ഒത്തിരി ആൾക്കാരെ നമ്മുടെ നാട്ടിലുണ്ട്. ഫണ്ടിങ് ഏജൻസീസ് ഒത്തിരി ഉണ്ട്. മാർക്കറ്റ് ഫീസിബിലിറ്റി അറിയണമെങ്കിൽ യൂസറിന് ഇത് ടെസ്റ്റ് ചെയ്യണ്ടേ, പ്രൊഡക്റ്റ് യൂസറിന് പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ പ്രൊഡക്റ്റിന് ഒരു പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസ് ഈ ഫണ്ട് വരുന്നത് ഫണ്ടിങ് വരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്സ് ഉണ്ട്. അതായത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്റ്റഡി നടത്തുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റഡി നടത്താനുള്ള കോസ്റ്റ് അല്ലെ, ആ കോസ്റ്റ് ആര് ബെയർ ചെയ്യും? അതിനുള്ള ഫണ്ടിങ് ഏജൻസീസ് ഉണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. കേരള സ്റ്റാഫ് കമ്മീഷൻ, ഞാനിപ്പോ ഇനി എന്താ പറയുന്നത്, ഫണ്ടിങ്സ് പറയുന്നത്. അപ്പൊ അതിനകത്ത് പല ടൈപ്പിലുള്ള ഫണ്ടിങ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഡയറക്റ്റ് പോവാം. ഫസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത് ഫസ്റ്റ് പേര് ഈ നെയിംസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണെന്നുള്ളതാണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. ഫസ്റ്റ് ഡേ ബൂട്ട് സ്ട്രാപ്പിംഗ് ആണ്. ബൂട്ട് സ്ട്രാപ്പിംഗ് എന്താണ്? ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സെൽഫ് ഫണ്ടിങ് ആണ്. അതായത് എന്റെ ഐഡിയയിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ട്, എന്റെ ഐഡിയ വർക്ക്ഔട്ട് ആവുന്ന എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ബൂട്ട് സ്ട്രാപ്പിംഗ് ആണ്. സാറ് ചോദിച്ച പോലെ യൂസർ ടെസ്റ്റിങ്ങിന്
നമുക്ക് ഫണ്ട് കിട്ടുമെന്ന് ചോദിച്ചു. ഫണ്ട് കിട്ടും. പക്ഷെ കമ്പനികള് എസ്പെഷ്യലി നമ്മളുടെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലുള്ളതിന് ഉറപ്പായിട്ട് ഫണ്ടിങ് ഇല്ലാതെ നമുക്ക് യൂസർ ടെസ്റ്റിലേക്ക് പോകാൻ പറ്റില്ല. ഈ ക്ലിനിക്കൽ ട്രയൽസും അതിലുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നമുക്ക് ഫണ്ടിങ് വേണം. അതേസമയം അത്രയൊന്നും വേണ്ട, ചെറിയ എമൗണ്ട് ഒക്കെ മതി. നമുക്ക് ബൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ബൂട്ട് സ്റ്റാർട്ട്. ബൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് ഓർ ദ ഇൻവെസ്റ്റർ ഫീൽ ദാറ്റ് യു ആർ സീരിയസ് ഇൻ ദാറ്റ് ഫണ്ടിങ് ഇൻ ദാറ്റ് പ്രോഡക്റ്റ്. വെറുതെ ഫണ്ട് കിട്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ ആർക്കും പറ്റും. പക്ഷെ സ്വന്തം കയ്യിൽ പൈസ കൊടുക്കുന്നത് എപ്പോഴാണ്? നമ്മൾ അത്രയും കോൺഫിഡന്റ് ആകുമ്പോഴും ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് അത്ര ആഗ്രഹമുള്ളപ്പോഴാണ് നമ്മളത് ബൂട്ട് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു ഫർദർ ഫണ്ടിങ്ങിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബൂട്ട് സ്റ്റാർട്ട്. ഒരു 1 lakh അല്ലെങ്കിൽ 2 lakh ബൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ഞാൻ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ബൂട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുള്ള കമ്പനികൾക്കൊക്കെ നല്ല ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. സോ അത് ഇതിന്റെ പുറകിലേക്ക് വരുമ്പോൾ ഞാൻ വീണ്ടും ക്ലാരിഫിക്കേഷൻ വേണ്ടത് പറയാം. സോ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ കൺട്രോളും, നമുക്കൊരു സ്വന്തം നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് എടുക്കുമ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ട്. അതുപോലെ നമുക്കൊരു ക്രിയേറ്റീവ് ഫീൽഡ് ഉണ്ട്. നമ്മളോട് ഒരാളും ചോദിക്കില്ല നീ എന്താ ഇതുവരെ ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും എനിക്ക് ഈ പ്രൊഡക്റ്റ് ഈ രീതിയിലേക്ക് ഒന്ന് മാറ്റാം. പക്ഷെ ഫണ്ടിങ് ഏജൻസി പറയും, ഫണ്ടിങ് തരുന്ന ഏജൻസി അവർ പറയും ഈ രീതി പറ്റില്ല, ഇത് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. കാരണം നിങ്ങൾ ആദ്യം ഫണ്ട് മേടിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ്. കാരണം ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ലാസ്റ്റിൽ ഒരു ഫണ്ടിങ് കിട്ടിയിരുന്നു. അപ്പോ ആ ഫണ്ടിങ്ങില് ഞാനിത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ 3D പ്രിന്റിംഗ് ആണ് ചെയ്യുന്നത്. സോ ആ 3D പ്രിന്ററിൽ എനിക്ക് മോഡിഫിക്കേഷൻസ് വരുന്നു. പക്ഷെ ഞാൻ കൊടുത്തിരിക്കുന്ന മോഡിഫിക്കേഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി അതിന്റെ ഡയഗ്രം ഒക്കെ വെച്ചിട്ട് ഒരു കാര്യം സബ്മിറ്റ് ചെയ്തിട്ടാണ് ഫണ്ട് മേടിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഏതാണ്ട് അതിനോട് യോജിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൊടുത്തേ പറ്റുള്ളൂ. സോ ഐ ഹാവ് സം റെസ്ട്രിക്ഷൻസ്. സോ അതേസമയം ആ ഫണ്ട് ഞാനാണ് എടുത്തതെങ്കിൽ, എന്റെ കയ്യിൽ നിന്നാണ് എടുത്തെങ്കിൽ എന്നോട് ഒരാൾ ചോദിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ആ ഫണ്ടിന് ഒരു കാലാവധി ഉണ്ടാവും. 1 year അല്ലെങ്കിൽ 6 months നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ബൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബാധ്യതയില്ല. എന്റെ സൗകര്യത്തിനനുസരിച്ച് എന്റെ സമയത്തിനനുസരിച്ച് എനിക്ക് ചെയ്യാം. അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജസ് ഇതിലുണ്ട്. ഡിസഡ്വാൻറ്റേജസ് പേഴ്സണൽ റിസ്ക്. നമ്മളുടെ പൈസയാണ്, പോയി കഴിഞ്ഞാൽ നമുക്ക് മാത്രമാണ് പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് പേഴ്സണൽ റിസ്ക് ഉണ്ട്. സ്ലോവർ ഗ്രോ, പതുക്കെ ചിലപ്പോൾ ഗ്രോ ചെയ്യുള്ളൂ. ലാർജ് ഫണ്ടിങ് വരുന്നവരല്ലേ ബൈജൂസിന്റെ ഒക്കെ ബൈജൂസ് എന്താ ചെയ്തത്, കുറെ ഫണ്ട് മേടിച്ചു, ഭയങ്കര വലിയ വളർച്ചയുണ്ടായി. അപ്പോ അത്രയും വളർച്ചയൊന്നും നമുക്ക് ഉണ്ടാവില്ല. ബൈജൂസ് ഇപ്പൊ നഷ്ടത്തിലാണ്. അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. സോ ഇനിവേ ഈ പറയുന്ന ഫണ്ടിങ്സ് വരാനും ഗ്രോത്ത് ഉണ്ടാവാനും നല്ലത് വേറെ ഫണ്ടിങ് മേടിക്കുന്നതാണ്. സെക്കൻഡ് വൺ ക്രൗഡ് ഫണ്ടിങ്. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, they have money but not big money. അതായത് ഒരു 200 crore അല്ലെങ്കിൽ 1000 crore ഒന്നും അവരുടെ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടാവില്ല. പക്ഷെ ഒരു 1 lakh അല്ലെങ്കിൽ ഒരു 50,000 ഒക്കെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടാവും. അങ്ങനെയുള്ള കുറെ പേര് കൂടിയിട്ട് എനിക്കൊരു 2 crore വേണമെങ്കിൽ കുറെ അധികം ആളുകൾ കൂടി ക്രൗഡ് ഫണ്ട് ചെയ്യും. ചെറിയ ചെറിയ എമൗണ്ട്. നമ്മൾ ഈ ചില കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കൊടുത്തില്ലേ, കുറെ പേരെ 100 രൂപ 10 രൂപ മേടിക്കും. പക്ഷെ അവസാനം വരുമ്പോൾ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ആ സെയിം പരിപാടി. ഇതാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ ഈസ് റിയലി പൊട്ടൻഷ്യൽ. വി ക്യാൻ പോസ്റ്റ് ഇറ്റ് ഇൻ ക്രൗഡ് ഫണ്ടിങ് ഗ്രൂപ്പ്സ്. ദിസ് ഈസ് വൺ ഓഫ് ദ ഗ്രൂപ്പ്. ദിസ് ഈസ് കേട്ടോ. നിങ്ങൾ കേട്ടോ? കേട്ടോ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ്. ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു നല്ല സോഷ്യൽ കോസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫണ്ടില്ല, എന്തെങ്കിലും ഒരു ചാരിറ്റി ആവശ്യമുണ്ട്, ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് മരുന്നില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജെന്യുവൻ കോസ് ആണെങ്കിൽ യു ക്യാൻ പോസ്റ്റ് കേട്ടോ. സോ ഇതില് കുറെ പേര് ഫണ്ട് ചെയ്യും. കുറെ നോർമൽ പേഴ്സൺ, വലിയ ബിസിനസ്സുകാരൊന്നുമല്ല, അവര് ചെറിയ ചെറിയ എമൗണ്ട് ഫണ്ട് ചെയ്യും. ഫണ്ട് ചെയ്യുന്നത് ഒരു വലിയ എമൗണ്ട് ആയിട്ട് മാറും. സോ ഇങ്ങനെയുള്ള ക്രൗഡ് ഫണ്ടിങ് ഗ്രൂപ്പ്സ് ഇത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ബിസിനസിന് വേണ്ടിയിട്ടുള്ളതാണ്. കാറ്റാപൾട്ട് എന്ന് പറയും. ഇതൊരു അമേരിക്കൻ ബേസ്ഡ് ഇതാണ് കാറ്റാപൾട്ട്. സോ ഇവിടെ നിങ്ങൾക്ക് നല്ല ഇന്നോവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പോസ്റ്റ് ചെയ്ത് അവരെ ഫണ്ടിങ് ചെയ്യും. ഇതൊക്കെ ക്രൗഡ് ഫണ്ടിങ് ആണ്. ചെറിയ ഫണ്ടിങ്സ് ഉണ്ടാവും. അടുത്തത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പേര് കേട്ടിട്ടുണ്ടാവും, ഏഞ്ചൽ ഇൻവെസ്റ്റർ. അതിന്റെ ഏഞ്ചൽസ്.
ഏഞ്ചൽസ് ആണ്, മാറാത്തവരാണ്, പണം കൊണ്ട് വരുന്നവരാണ്. അപ്പൊ നമുക്കൊരു നല്ലൊരു ബിസിനസ് പൊട്ടൻഷ്യൽ നമുക്കുണ്ട്. നിങ്ങൾ നല്ലൊരു പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങളുടെ ഐഡിയ നിങ്ങളൊരു പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പക്ഷെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിരിക്കില്ല. അത്യാവശ്യം ആയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൊഡക്റ്റ്, ഒരു ബിസിനസ് ആവാം, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആവാം, എന്തോ ആവാം. അത് മറ്റൊരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ യു കെൻ ഗോ ആൻഡ് മീറ്റ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. അവരെന്ത് ചെയ്യും? അവർ നിങ്ങളുടെ ബിസിനസ് സ്റ്റഡി ചെയ്യും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഫിനാൻഷ്യൽ ഫിസിബിലിറ്റി, ആ സ്റ്റഡീസ് എല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഐഡിയ പിച്ചിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഐഡിയ പിച്ച് പ്രിപ്പയർ ചെയ്യണം. അതായത് നിങ്ങളൊരു പവർ പോയിന്റിലോ അല്ലെങ്കിൽ നല്ല പ്രസന്റേഷൻ ആയിട്ടോ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങൾ അഡ്രസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, സൊല്യൂഷൻ, അതിന് എങ്ങനെ സ്കെയിലപ്പ് ചെയ്യും, അതിന്റെ മാർക്കറ്റ് പ്രൊഡക്ഷൻ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാകും. അതിനൊക്കെയുള്ള ട്രെയിനിങ്സ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റും ആ ഒരു പ്രസന്റേഷനുമായിട്ട് നിങ്ങൾ പോയി ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പിച്ച് ചെയ്യും. എന്നിട്ട് പറയും എനിക്ക് ഇത്ര രൂപ ഫണ്ടിങ് വേണം, ഈ ഫണ്ടിങ് നിങ്ങൾ തന്നാൽ ഞാൻ ഈ പ്രൊഡക്റ്റിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഈ രൂപത്തിലേക്ക് ഞാൻ മാറ്റും, അതിനുശേഷം ഞാനിത് മാർക്കറ്റ് ചെയ്യും. മാർക്കറ്റ് ചെയ്താൽ ഇത്ര വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര നാളുകൊണ്ട് ഇതിന്റെ എന്താണ് റവന്യൂ ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള കണക്കുകൾ വെച്ച് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്താൽ they will invest on your idea. അതാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത്. ചില നല്ല ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇദ്ദേഹത്തെ അറിയാമോ? കാണോ? ആരാണ്? രത്തൻ ടാറ്റ അല്ലെ? രത്തൻ ടാറ്റ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ചില കമ്പനികളുണ്ട്. കൊലാ ക്യാപ്സിന്റെ അറിയില്ലേ? അറിയാം. കൊലാ ക്യാപ്സ് കൊലാ ക്യാപ്, then കൈമാസ്, ക്യാഷ് ഡെക്കോ, കാർ ഡെക്കോ, കേട്ടിട്ടില്ല? പേഴ്സണൽ ട്രെയിനർ തരും, ജിം ട്രെയിനർ, പേഴ്സണൽ ജിം ട്രെയിനർ തരും, നമുക്ക് വീട്ടിലിരുന്ന് എക്സർസൈസ് ചെയ്യാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ക്യൂബിക്സ് നടക്കുക. then dog spot ഇങ്ങനെ പറഞ്ഞിട്ട് ഈയിടെ ടാറ്റ ഇൻവെസ്റ്റ് ചെയ്ത വേറെ ഒരു ഫണ്ടിങ് ആണ് ഗുഡ് ഫെലോസ്. അതായത് ഈ പ്രായമായവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സ്റ്റുഡൻസിന്റെ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. അവര് പോയിട്ട് അവരുടെ ഫ്രണ്ടായിട്ട് നിന്നുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. പ്രായമായവരോട് മക്കളും പഠിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുണ്ടായ സ്റ്റാർട്ടപ്പാണ് ഗുഡ് ഫെലോസ്. ടാറ്റ ഒരു ബാച്ചിലറാണ്, അദ്ദേഹത്തിന് വിഷമമാണ്. അതുകൊണ്ട് അദ്ദേഹം അതിനധികം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ കമ്പനി നല്ല രീതിയിൽ വളർന്നു വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ വലിയ ആളുകളുണ്ട്. അപ്പൊ ഇവരിലേക്കുള്ള നിങ്ങളുടെ ഒരു ബ്രിഡ്ജ് ആണ് ഈ പറയുന്ന ഇക്കോസിസ്റ്റം, സ്റ്റാർട്ടപ്പ് മിഷൻ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് നാളെ പോയി ടാറ്റയിൽ പോയി മീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ഒരു ഐഡിയയുമായിട്ട് നിങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷനിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസിയോട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയ പുറത്താണെങ്കിൽ അവർ നിങ്ങളെ വന്ന് കാണും. കാരണം അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന 50 ലക്ഷം ഒരു കോടി ഒന്നും ഒരു എമൗണ്ട് അല്ല അവരെ സംബന്ധിച്ച്. കാരണം അവരുടെ കയ്യിൽ 10,000 കോടി 20,000 കോടി പക്ഷെ വൺസ് നിങ്ങളുടെ കമ്പനി സ്കെയിൽ ചെയ്താൽ ഒരു ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, വൈദ്യുതി എന്തൊരു മാറുന്നു ചെറിയൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ സ്കെയിലബിലിറ്റി ഉള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ചെയ്യും. ഇവരെല്ലാം നല്ല ഇൻവെസ്റ്റേഴ്സ് ആണ്. മോഹൻദാസ് പൈ, അതായത് മണിപ്പാൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആണ്. അദ്ദേഹം ആദ്യമായിട്ട് നമ്മുടെ വൈദ്യുതി ഫണ്ട് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന്റെ കോളേജിലെ കുറെ കുട്ടികള് ഒരു ദിവസം ഒരുമിച്ചിരുന്ന് ഒരു ഈ വൈദ്യുതിയുടെ ക്ലാസ് ഓൺലൈനായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹം കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയും കുട്ടികൾ ഒരുമിച്ചിരുന്ന മണിപ്പാൽ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ എന്തോ ഒരു പ്രത്യേകത, ആ ക്ലാസ് എന്തോ ഒരു പ്രത്യേകത. അതിൽ നിന്നാണ് അദ്ദേഹം ആ ബിസിനസ്സിലേക്ക് ഫണ്ട് ചെയ്യുന്നത്. ഇന്ന് ബിസിനസ് എവിടെ ചിന്തിക്കും? ഇപ്പോഴും കുറെ ഡ്രോബാക്സ് ഉണ്ട്, എന്നാൽ പോലും അത് എവിടെ ചിന്തിക്കും? ഇതുപോലെയുള്ള കുറെ അധികം ഇൻഡസ്ട്രീസ് ഉണ്ട്. ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ആയിട്ട് തുടങ്ങിയതാണ്. ഇന്ന് അത് എവിടെ നിൽക്കുന്നു? നെക്സ്റ്റ് ഈസ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. അപ്പോ ഏഞ്ചൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോകാവുന്നത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിലേക്കാണ്. അതായത് കുറച്ചുകൂടി വലിയ എമൗണ്ട് ഫണ്ട് ചെയ്യുന്നവരാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. വലിയ എമൗണ്ട്സ് ക്രോർസ് അവർ ഫണ്ട് ചെയ്യും ഏഞ്ചൽ ഇൻവെസ്റ്ററിനേക്കാളും കൂടുതൽ. പക്ഷെ നിങ്ങളുടെ കമ്പനി കുറച്ചുകൂടെ നല്ലൊരു ലെവലിൽ അത് ഫണ്ട് വളർന്നിട്ടുണ്ടാവും. എന്നാൽ മാത്രമേ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിലേക്ക്
നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ ആൻഡ് ആക്സിലറേറ്റർ. അതിന്റെ ഏറ്റവും ചെറിയ ഫോമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ അല്ലെങ്കിൽ ITDC. ഇവിടെ കേരള സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് 2 lakhs 3 lakhs ചെറിയ ഫണ്ടിങ്സ് വരും. നിങ്ങളുടെ ഐഡിയയുമായിട്ട് നിങ്ങൾ ഇൻക്യുബേറ്ററിലേക്ക് ചെല്ലുക. ഇനി ഇവിടെ നിങ്ങൾക്ക് പറ്റുന്നില്ലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എറണാകുളത്ത് കളമശ്ശേരിയിൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ട്, അവിടെ പോയാൽ മതി. അവിടെയുള്ളവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ഐഡിയയ്ക്ക് ഫണ്ട് തരും. അതിനുള്ള സ്കീംസ് അവർക്കുണ്ട്. ആ ഫണ്ടിങ്സ് വഴി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഏറ്റവും നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ എക്കോസിസ്റ്റമാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ. ജസ്റ്റ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വെറുതെ നിങ്ങൾ ചിലപ്പോൾ കറങ്ങാൻ പോകില്ലേ, അങ്ങനെ കറങ്ങാൻ പോകുന്നതാണ്. കറങ്ങാനാണെങ്കിലും നിങ്ങൾ വെറുതെ കളമശ്ശേരിയിൽ നിന്ന് പോയാൽ മതി. ആ സ്റ്റാർട്ടപ്പ് മിഷനിൽ നിങ്ങൾക്ക് പോവാം, ആ വില്ലേജിൽ നിങ്ങൾക്ക് കാണാം. ഇൻസ്പയർ. കാരണം ഫാർമസി കോളേജുകളുടെ സ്റ്റുഡൻസ് അല്ലാതെ ബാക്കിയുള്ള സ്റ്റുഡൻസ് അവിടെ നമ്മൾ സ്റ്റുഡൻസ് മാത്രം പോവാം. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. കാരണം നിങ്ങളുടെ പ്രായമുള്ള കുട്ടികൾ അവിടെ ഒരു ചെറിയ ക്യൂബിക്കിളായിരിക്കും, ഒരു ചെറിയ ഏരിയ, അവിടെ വലിയ കമ്പനിയൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്. അതുപോലെ വർക്ക് ചെയ്യുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അവരോട് വെറുതെ സംസാരിച്ചാൽ മതി. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേരള സ്റ്റാർട്ടപ്പ് IDC സമ്മിറ്റ് എന്ന് പറഞ്ഞ സമ്മിറ്റാണ്. അത് മിക്കവാറും കഴിഞ്ഞ വർഷം അത് ട്രിവാൻഡ്രത്തായിരുന്നു. അതിന് മുമ്പ് രാജഗിരി കോളേജിലായിരുന്നു. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഞാൻ എന്റെ കോളേജില് വേറെ ഒന്നും ചെയ്തില്ല. 2 ബാച്ചിലൊക്കെ വണ്ടി പിടിച്ച് അവർക്ക് ഇഷ്ടമായതുകൊണ്ട് വണ്ടി പിടിച്ച് അവർ ഈ സ്ഥലത്തേക്കൂടെ കൊണ്ടുപോയി. അവർ വെറുതെ അവിടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനോട് സംസാരിച്ചു. അവിടെ നടക്കുന്ന ഇന്നോവേഷൻസ് ഉണ്ട്. അത് മാത്രം മതി മോട്ടിവേറ്റ് ആവാം. വേറെ ഒന്നും നിങ്ങൾ വലിയ കാര്യം തിങ്ക് ചെയ്തൊന്നും വേണ്ട. കാരണം നിങ്ങളുടെ പ്രായമുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കാൾ പ്രായമുള്ള കുട്ടികളാണ് ഈ പറയുന്ന ഇന്നോവേഷൻസ് കൊണ്ടുവന്നത്. അപ്പൊ അത് ഈ പറയുന്ന സ്ഥലങ്ങളില് കോൺഫറൻസസോ ഐഡിയ സമ്മിറ്റോ IDC സമ്മിറ്റോ ഒക്കെ നടക്കുമ്പോൾ അവിടെ പോയി കാണുക. അവരൊക്കെ എന്താണ് ചെയ്യുന്നത്, അത് എന്റെ ഫീൽഡില് അല്ലെങ്കിൽ ഞാൻ നേരിടുന്ന പ്രോബ്ലത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ദെൻ ഗവൺമെന്റിന്റെ സ്കീമുകൾ നിങ്ങൾക്ക് വളരെ ചെറിയ എന്റർപ്രണർഷിപ്പ് ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് 5 lakhs 10 lakhs മതിയുണ്ടെങ്കിൽ യു ക്യാൻ അപ്ലൈ ഫോർ MSME schemes like മുദ്ര ലോൺ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ നമ്മുടെ കോളേജ് നമ്മുടെ താലൂക്കുകളിലൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങളുടെ ബിസിനസ് പറഞ്ഞാൽ അത് നല്ല ഓർത്താണെങ്കിൽ അവർക്ക് ചെറിയ എമൗണ്ട്, ഒരു 5 lakhs 10 lakhs ചിലർക്ക് 20 lakhs ഒക്കെ വരുന്ന ഫണ്ടിങ്സ് ഉണ്ട്. സോ അങ്ങനെ ഇതിന്റെ ഫണ്ടിങ്സ് കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടിങ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് അല്ല. നിങ്ങൾക്ക് വേണ്ടത് നല്ല ഐഡിയ, എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസും അതിനൊപ്പം നല്ലൊരു റിസർച്ചും. ഇത് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ പേടിക്കില്ല. കാരണം നഷ്ടം വന്നാൽ എന്തൊരു വരുന്നത് നമ്മൾ ഓൾറെഡി പ്ലാനാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ബിസിനസ് കട്ട് ചെയ്തേക്കാം. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബിസിനസ് എമൗണ്ട് എത്രയാണ്? 10 ലക്ഷം വരെ ഇപ്പൊ എനിക്ക് കളയാം. 20 വയസ്സ് ആയിട്ടുള്ളൂ. ഒരു 10 വർഷം വർക്ക് ചെയ്താൽ ഈ 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 2 വർഷം കൊടുത്ത് 10 ലക്ഷം രൂപ കളയാൻ തെറ്റൊന്നുമില്ല. ഞാൻ എന്താ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ആലോചിക്കാം എത്ര രൂപ നിങ്ങൾക്ക് പറ്റും. പക്ഷെ ഒരിക്കലും നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ പ്രോബബിലിറ്റി കൂടുതലാണ് സക്സസ് ആവാനുള്ള. നഷ്ടപ്പെടാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. നമ്മളിപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സിലാണ് സംസാരിക്കുന്നത്. അപ്പൊ പ്രോബബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ സക്സസ് ആവും. നമുക്ക് നല്ലൊരു റോഡ് മാപ്പ് ഉണ്ടാവും. ഇന്ത്യയിലെ കാര്യങ്ങളാണ് ഓരോ സമയത്തും ചെയ്യുന്നത്. ടൈം ലൈൻസ് വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുക, കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുക, യൂട്യൂബ് ഒക്കെ കാണില്ലേ. ലിങ്ക്ഡിൻ പ്രൊഫൈലുള്ള എത്ര പേരുണ്ട്? ലിങ്ക്ഡിൻ പ്രൊഫൈലുള്ളവര് 2 പേര്, ഇൻസ്റ്റയുള്ളവരോ എല്ലാവർക്കും ഇല്ലേ? ഇതാണ് നമ്മുടെ പ്രശ്നം. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാവണം. ലിങ്ക്ഡിൻ പ്രൊഫൈൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്കുണ്ടാവണം. ഇനിയുള്ള കാലത്ത് നിങ്ങൾ അഡ്രസ് ലിങ്ക്ഡിൻ ആയിരിക്കും. ലിങ്ക്ഡിൻ കയറുക, ഇതുപോലെ ഇന്നോവേഷൻസ് ഫോളോ ചെയ്യുക. അവരുടെ ഇന്നോവേഷൻസ് സ്റ്റാർട്ടപ്പ് കമ്പനികൾ എന്തൊക്കെ ചെയ്യുന്നു ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ അവസാനത്തിൽ ജോലി കിട്ടുമോ? അത് അങ്ങനെയുള്ള കുറെ റിപ്പോർട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് കോൺഫറൻസസ് അറ്റൻഡ് ചെയ്യുക, സമ്മിറ്റ്സിന് പോവുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ കുറച്ച് വലിയ വലിയ ആളുകളുടെ കഥകളാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മളുടെ അടുത്തുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വന്ന 2 ടീമിനെ കുറിച്ച് കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആദ്യത്തെ ഈ പയ്യന്റെ പേര് നജീബ് ബിൻ ഹനീഫ് എന്നാണ്. നജീബ് ബിൻ ഹനീഫ്. ഇദ്ദേഹം സഹൃദയ കോളേജിലെ സ്റ്റുഡന്റ് ആയിരുന്നു. സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂർ ഉള്ള ചാലക്കുടിയുള്ള കോളേജിലെ
സ്റ്റുഡന്റ് ആയിരുന്നു. ഇദ്ദേഹം ചെയ്തത് ഇത്രയേ ഉള്ളൂ. സ്പൈറുലിന എന്ന് പറയുന്ന ഒരു ആൽഗയെ കുറിച്ച് കേട്ടിട്ടില്ലേ? സ്പൈറുലിന കൊണ്ട് ഒരു കുക്കീസ് ഉണ്ടാക്കി, കുക്കീസ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അത് ഡെവലപ്പ് ചെയ്തു. ഇന്ന് എനിക്ക് തോന്നുന്നു എന്റെ കാൽക്കുലേഷൻ ഏകദേശം ഞാൻ നമ്മൾ $1 ബില്യൺ കൺവേർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് കാൽക്കുലേഷൻ തെറ്റാണെന്ന് പറയുന്നത് 70 crore ആണ് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് വന്നത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ ഫിഗർ. പക്ഷെ നല്ല എമൗണ്ട്, ഈ അത്രയൊന്നും ഇല്ലെങ്കിലും നല്ല എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് സാറ ബയോടെക്. നിങ്ങൾ വെറുതെ യൂട്യൂബിൽ കയറിയിട്ട് ഇദ്ദേഹത്തിന്റെ ടോക്കോ അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചാൽ മതി. ഇന്ന് US-ലേക്കും മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്കും ഒക്കെ ഇദ്ദേഹത്തിന്റെ പ്രോഡക്ട്സ് പോകുന്നുണ്ട്. ഈയിടെ യൂട്യൂബിലൊക്കെ കറങ്ങി നടന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ആൽഗയെ വെച്ചിട്ട് ഒരു ടാങ്കിനകത്ത് ആൽഗയെ വെച്ച് ഈ CO2 ഉച്ചകോടി നമ്മുടെ UAE വെച്ച് നടന്നപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ആണ് പോയിട്ട് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചല്ലേ. അത് ഇദ്ദേഹത്തിന്റെ കമ്പനിയാണ്. ഇന്ന് ആ പ്രോഡക്റ്റ് ഡൈവേഴ്സ് ചെയ്യും. ഇത് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല, ഒരു 5 വർഷത്തിനിടയ്ക്ക് വളർന്നു വന്ന കമ്പനിയാണ്. ക്യാമ്പസിൽ നിന്ന്, കേരള ക്യാമ്പസിൽ നിന്ന് വളർന്നു വന്ന കമ്പനിയാണ് ഈ പറയുന്ന സാറ ബയോടെക്. ഈ ബയോടെക്കിന്റെ പ്രൊഫൈലിൽ നിന്ന് ഈ ഇദ്ദേഹത്തിന് പലപ്പോഴും സ്റ്റാർട്ടപ്പ് മിഷന്റെ ടോക്സിനൊക്കെ വിളിക്കാറുണ്ട്. നിങ്ങൾ യൂട്യൂബ് കണ്ടാലും മതി. അടുത്ത ഒരു കമ്പനി എന്ന് പറയുന്നത് ബാറ്റിംഗ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഈ കമ്പനി അതായത് അവരുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ബാറ്റിംഗ്. ഈ പ്രോഡക്റ്റ് ജെൻ റോബോട്ടിക്സ് ആണ് ഈ കമ്പനിയുടെ പേര്, ജെൻ റോബോട്ടിക്സ്. ഇവര് ചെയ്യുന്നത് ഇതാണ്. ഇവര് ഈ മലപ്പുറം SME കോളേജിലെ സ്റ്റുഡൻസ് ആണ്. മലപ്പുറം SME കോളേജ് അവര് MES കോളേജിലെ സ്റ്റുഡൻസ് ആണ്. അവര് ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. അവരുടെ പ്രോജക്ട്, ഫൈനൽ ഇയർ പ്രോജക്ട് ഒരു വലിയ ഒരു റോബോട്ടായിരുന്നു. റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കിടപ്പുണ്ട്, സമയത്ത് ഞാൻ കാണിക്കുന്നില്ല. വലിയ ഒരു റോബോട്ടാണ് അവർ ആദ്യം ഉണ്ടാക്കിയത്. അപ്പോ ഇത് കേരള ഗവൺമെന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന് ഒരു ഇത് തോന്നി, ഇത് നല്ലൊരു ഐഡിയ ആണ്. ഈ റോബോട്ടിക് ഈ കുട്ടികൾക്ക് അറിയാം. അവരുടെ പ്രൊജക്റ്റ് ആണ്, അവർ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു ഗവൺമെന്റ്? അവരുടെ മുന്നിൽ ഒരു കാര്യം വെച്ചു. ഈ കോഴിക്കോടൊക്കെ ഒരു നൗഷാദ് ആള് മാൻഹോളിൽ പോയിട്ട് മരിച്ചിരുന്നു. അപ്പൊ ഈ മാൻഹോളിലേക്ക് റോബോട്ടിനെ ഉണ്ടാകാൻ പറ്റുമെന്നാണ് ആലോചിച്ചത്. അങ്ങനെ അവർ ചെയ്യുന്നതാണ് ബാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു റോബോട്ട്. അതായത് മാൻഹോൾ ഉണ്ടല്ലോ, നമ്മുടെ സീവേജിലേക്കൊക്കെ ഇറക്കുന്നത്. ഇപ്പൊ മനുഷ്യരാണ് അതിന്റെ ഉള്ളിൽ ഇറങ്ങി ഇത് ക്ലീൻ ചെയ്യുന്നത്. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് പേര് മരിക്കുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു റോബോട്ടിന് ഇതിനുള്ളിൽ കയറിയിട്ട് ഈ സീവേജ് വൃത്തിയാക്കാനൊക്കെ പറ്റും. അതിന് പറ്റുന്ന ഒരു റോബോട്ടാണ് അവര് നിർമ്മിച്ചത്. ഇന്ന് കോടികളാണ് ആ കമ്പനിയുടെ ആസ്തി. അവരവരുടെ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്ത് വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ടും അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടി, ഇന്ത്യൻ കമ്പനികൾക്ക് വേണ്ടിയിട്ട് റോബോട്ടിക് ആംസത്തിൽ, അങ്ങനെയുള്ള റോബോട്ടിക് ആംസത്തിൽ നിർമ്മിക്കുന്ന വലിയ കമ്പനിയാണ് ജെൻ റോബോട്ടിക്സ്. കോടികളാണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് നമ്മളുടെ ഒരു ഐഡിയയിൽ നിന്നാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് മാർക്ക് സക്കർബർഗിനോ അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സിനോ ബിൽ ഗേറ്റ്സിനോ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊക്കെ മുമ്പ് ചെയ്തവരാണ് ഈ പറഞ്ഞത്. ഇത് മാത്രമല്ല, ഒത്തിരി സ്റ്റോറി, കേരള സ്റ്റോറീസ് ഒത്തിരി ഉണ്ട്. പറയാനാണെങ്കിൽ ഒത്തിരി സമയമെടുക്കും. ഞാൻ അതൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ യൂട്യൂബിലും എനിക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ ഞാൻ കൂടുതലും ഇങ്ങനെയൊക്കെ കാണുന്നതാണ്. നിങ്ങള് യൂട്യൂബിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലും ഷോർട്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂട്യൂബിന് ഒരു അൽഗോരിതം ഉണ്ട്. അതിന്റെ അറിയാമല്ലോ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു അൽഗോരിതം ബേസ്ഡ് ആണ്. നമ്മൾക്ക് എന്താണ് ഇഷ്ടമുള്ള ആ ഫീഡായിരിക്കും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കാൻ ഇങ്ങനെയുള്ള ഫീഡ്സ് കിട്ടും. അത് കണ്ടാലും മതി, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോറീസ് കിട്ടും. ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞത് നമുക്കൊക്കെ പ്രാപ്യമായ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഇത് ഏതെങ്കിലും ആർക്കെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യമൊന്നുമല്ല, ആർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ഞാനും ഈ സമയം വന്നതല്ലേ, ഞാനിവിടെ UK-ലൊക്കെ പോകാനുള്ളതാണ്, അല്ലെങ്കിൽ കാനഡയ്ക്ക് പോകാനുള്ളതാണ്, അതാണ് ജോലി. ശരിയാണ്, നമ്മളുടെ തൊഴിൽ അവസരങ്ങൾ അവിടെയൊക്കെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനൊക്കെ ഇൻവോൾവ് ചെയ്താൽ ഒത്തിരി അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇനി നിങ്ങൾ അങ്ങനെ പോയിക്കോ, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമെന്നുണ്ടെങ്കിലും നിങ്ങൾ പോക്കോ. പക്ഷെ
you can involve in some startups or some entrepreneurship activity. Nothing wrong with that. Because അത് നിങ്ങളുടെ ഒരു ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റ് കൂട്ടും. പലപ്പോഴും കമ്പനികളെ നിങ്ങളൊരു കമ്പനിയിലേക്ക് നിങ്ങളൊരു എന്താണ് ഒരു CV അയക്കുമ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ കേട്ടിട്ടില്ലേ? CV അയക്കുമ്പോൾ കമ്പനികൾ നോക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഇന്നോവേറ്റീവ് ആണെന്നോ. പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സമയം കളയാറില്ല. അപ്പൊ അതുകൊണ്ട് എത്രത്തോളം ഇന്നോവേറ്റീവ് ആണ് നിങ്ങളുടെ പ്രൊഫൈലിൽ സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്തു. ഇതൊക്കെ കമ്പനികൾ നിങ്ങളെ ഭയങ്കരമായിട്ട് കമ്പനികളിൽ ജോലിക്ക് എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് ഒരു ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ട്. കമ്പനി ഓണർക്ക് എന്താ വേണ്ടത്? കമ്പനിക്ക് പണം ഉണ്ടാക്കും, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് സക്സസ് ആവാൻ മാർക്കറ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവരെയാണ് വേണ്ടത്. അല്ലാതെ എല്ലാ കാലത്തും ഒരേപോലെ തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ ഓണർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരാണെങ്കിൽ ആ കമ്പനി ഒരിക്കലും വളരില്ല. അവരുടെ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും കമ്പനികൾ നോക്കുന്നത് ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ബിസിനസ് ഐഡിയ ഇല്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഐഡിയകളായിട്ട് എടുത്ത് ഒരു ചെറിയ വർക്ക് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഇന്നോവേറ്റ് ചെയ്യണം. എന്നിട്ട് അത് നിങ്ങളുടെ പ്രൊഫൈലില് അതായത് CV-യിൽ ആഡ് ചെയ്യണം. ലിങ്ക്ഡിനിൽ നിങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തിടണം, ഞാൻ ഇത് ഇംപ്ലിമെന്റ് ചെയ്തു. കാരണം കമ്പനി നിങ്ങളുടെ ജോലിക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ നോക്കും, അതിനകത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എന്തൊക്കെ ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ നോക്കും, അപ്പൊ അന്നേരം അവിടെ കോളേജിൽ ചീറ്റ് വെച്ചു, അവരുടെ കൂടെ കറങ്ങാൻ പോയിരുന്നു. ഇതൊന്നും ഇട്ടതുകൊണ്ട് കമ്പനികൾ നിങ്ങളിൽ അട്രാക്റ്റീവ് ആവില്ല. അതേസമയം നിങ്ങളൊരു ഇന്നോവേറ്റീവ് കോൺഫറൻസിന് പോയി നിങ്ങളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, ഇതൊക്കെ അതിനകത്ത് നിട്ട് നോക്കും. കമ്പനികൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങളെ വിളിക്കും. ഇത് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ലിങ്ക്ഡിനാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണ്. അല്ലാതെ നിങ്ങൾ എഴുതി കൊടുക്കുന്ന പ്രൊഫൈൽ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് ഇരിക്കുന്ന തേർഡ് സെമസ്റ്റർ ബിഫാംകാർക്കൊക്കെ റൈറ്റ് ടൈമാണ്. ഇപ്പോഴേ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് നല്ലൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യാം, ഐഡിയ ഗ്രാൻഡ് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് കൊടുക്കും. ഞാൻ എന്റെ കോളേജിലുള്ള എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. എന്റെ കോളേജിൽ ഞാൻ ഇപ്പോൾ പറയുന്നത് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോ അവര് അന്ന് എനിക്കും എക്സ്പീരിയൻസ് ഒന്നുമില്ല ഇത് പറഞ്ഞു കൊടുക്കാൻ. ഇത് എങ്ങനെയാണ് ഒരു ഐഡിയ പിച്ച് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കാൻ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ സ്റ്റുഡൻസ് തന്നെ അവര് തന്നെ പഠിച്ചെടുത്ത് അവരിലൂടെയാണ് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചത്. എങ്ങനെയാണ് ഒരു ഐഡിയ പിച്ച് ചെയ്യേണ്ടത്, ഐഡിയ ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അവർ പഠിച്ചിട്ട് അവര് പിച്ച് ചെയ്തു. അവർക്ക് പലർക്കും നല്ല ഫണ്ടിങ്സ് കിട്ടി. ആ ഫണ്ടിങ് വെച്ച് അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബിസിനസ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഇതെങ്കിലും ചെയ്യണം. ദാറ്റ് ഇംപ്രൂവ് യുവർ എംപ്ലോയബിലിറ്റി. നിങ്ങളെ കമ്പനികൾ ജോലിക്ക് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും നമ്മളുടെ ക്ലാസിന്റെ ആദ്യം നമ്മുടെ സിലബസിന്റെ ഒരു പ്രശ്നമാണ്. കേരളത്തിൽ മൊത്തം എത്ര കോളേജസ് ഉണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നത് 60+ കോളേജസ് ഉണ്ട്. ഈ 60 കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന്റെ അവസ്ഥ ഏതാണ്ട് ഒരേ കുട്ടുകുറ്റിന്ന് വരുന്ന കുട്ടുപോലെയാണ്. കാരണം എന്താ? അവര് പഠിക്കുന്നത് എന്താ? എല്ലാവരും കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്താ? ഉപാസന സർട്ടിഫിക്കറ്റ് അല്ലെ? അപ്പോ വാട്ട് മേക്സ് യു ഡിഫറെന്റ് ഫ്രം അതേഴ്സ്? നിങ്ങളുടെ അപ്പുറത്തുള്ള ഒരു കോളേജിൽ നിന്ന് ഒരു സ്റ്റുഡന്റ് പഠിച്ചിട്ടിറങ്ങുന്നു, നിങ്ങൾ വേറെ ഒരു കോളേജിൽ നിന്ന് പഠിച്ചിട്ടിറങ്ങുന്നു. നിങ്ങൾ രണ്ടും പഠിച്ച കോളേജുകളിലെ ക്വാളിറ്റി ഒരുപക്ഷെ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ കുറച്ചുകൂടെ നല്ല കോളേജിലായിരിക്കും പഠിച്ചത്. അൾട്ടിമേറ്റ്ലി യു വിൽ ബി വാലിഡേറ്റഡ് based on the certificate you have, and it is certificate. അല്ലെ? ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുള്ളൂ. നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുന്ന സിലബസ് ഒന്നാണ്. പിന്നെ നിങ്ങളെ എന്ത് അവരിൽ നിന്ന് ഡിഫറെന്റ് ആകും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ളവരെ യൂണീക്ക് ആയിട്ടുള്ളവരെയാണ് കമ്പനികൾ ജോലിക്ക് എടുക്കുക. സോ അതിനാണ് ഞാൻ ഈ പറയുന്ന ഇന്നോവേഷൻ. കണ്ടിട്ടില്ലേ? അവരെന്താ ചെയ്ത്? അവർ ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് പലതരം കുട്ടികളെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെയുള്ള വെറൈറ്റി ഫുഡ്സ് ആയിട്ട് നമുക്ക് മാറും. എന്നാൽ മാത്രമാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് ജോലി കിട്ടും. ഞാൻ ജോലിയുടെ കാര്യം പറയാൻ കാരണം എനിക്കറിയാം കൂടുതൽ പേര് പറയാൻ പോകാൻ സാധ്യത കുറഞ്ഞ. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങളുടെ രക്ഷിതാക്കളെ ഇവിടെ കേരളത്തിൽ നിന്നല്ല, നമ്മുടെ യുകെയിലും കാനഡയിലും ആണെന്നാണ് പലരുടെ ആറ്റിറ്റ്യൂഡ്. അതെനിക്കറിയാം. പക്ഷെ അത് കുഴപ്പമാണ്. പക്ഷെ യുണീക്ക് ആയിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് എന്തും ലോകത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ നമ്മൾ യുണീക്ക് ആവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ പ്രൊഫൈല് യുണീക്ക് ആക്കാൻ കിട്ടുന്ന നല്ലൊരു അവസരമാണ് റിസർച്ച്, ഇന്നോവേഷൻ, എന്റർപ്രണർഷിപ്പ്. അതിനകത്ത് നിങ്ങൾ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ആ രീതിയിൽ തന്നെ മാറും. സോ ദാറ്റ്സ് വാട്ട് സ്റ്റാർട്ടപ്പ്.
ബന്ധപ്പെട്ട ആരെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ക്ലിയർ ചെയ്യാനാണ് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അടുത്തായിട്ട് സാറിന് മൊമെന്റ് ഓഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനായിട്ട് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. Since the time is almost up, we are going to wind up this session. So it was a wonderful session. Thank you, Dr. Pensali, for this session. We will coordinate before closing the session, I request Professor Ravi Raj, Department of Pharmaceutics, who is the Senate member of AHS, I request him to propose amount of tips. Wonderful session. പലതും ജീവിതത്തെ അനുഭവത്തിലാണ് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ നഷ്ടം വരാനുള്ള സാധ്യത. എന്താ പറയാ സ്റ്റിൽ മുമ്പോട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബാലൻസ് ബ്രേക്ക് പോയിന്റ് പറഞ്ഞില്ല. ബ്രേക്ക് ഇവൻ പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ബ്രേക്കിംഗ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി ഹ്യൂജ് ഹൗസിലേക്ക് പോകും. അപ്പം ഇവിടെ നിന്നോട് ചോദിച്ചു ഇന്നോവേഷൻസിന്റെ കാര്യം ചോദിച്ചു. തമാശയ്ക്ക് കാര്യമായിട്ട് 2015 ഞങ്ങൾ ഗോവയിലായിരുന്നു. നടിച്ചു പിടിക്കാൻ വേണ്ടി ഗോവയിലാണ് ഞങ്ങൾ 3 പേര്. The biggest issue was അവിടെ ഡ്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട് ഡ്രൈ ചെയ്യാനായിട്ട് ഞങ്ങൾ കൂടെ ആളില്ല, 3 പേരുണ്ട്. തിരിച്ചു വന്നു. നിങ്ങൾക്ക് ഗൂഗിൾ എടുത്ത് നോക്കാം. പ്രൈം കമ്പനി വീലസ് അന്ന് കേരളത്തിലെ ഒരു കമ്പനിയാണ്. പറയാൻ വളരെ നിസ്സാരമാണ്. ഡ്രൈവേഴ്സിനെ പ്രൊവൈഡ് ചെയ്യും, വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യും. അന്ന് കേരളത്തിൽ അങ്ങനെ കമ്പനിയില്ല. റൈറ്റ് നൗ വി ആർ ദ ബിഗസ്റ്റ് വീലസ്. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് കമ്പാനിയൻ ഡ്രൈവ്. സ്റ്റാർട്ട് ചെയ്ത് ആരും വന്നു സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെയാണ്. 2 സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഇപ്പൊ നിലവിൽ കേരളത്തിൽ 15 ജില്ലകൾ. സോ ഇത് 3 ആൾക്കാരെ തുടങ്ങിയതാണ്. സ്വന്തം വിളിക്കാൻ ആളില്ല. ഡ്രൈവറെ പ്രൊവൈഡ് ചെയ്തു. ഇപ്പം എയർപോർട്ടിൽ വെഡിങ് ഒന്നും ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ന്യൂ ഇയർ പാർട്ടീസ് ഡെഫിനറ്റ്ലി ആൾക്കാർ അനുഭവിച്ചത് ബുദ്ധിമുട്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യം അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ദേവനുണ്ട് സാർ, നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ അറിയാവുന്നത്. സാറിന് 2016 ലെവലിലാണ് അപ്രോട്ടിസൈഡ് ബിസിനസ് സാർ സ്റ്റാർട്ട് ചെയ്തത്. സാറാണ്. സോ ഇങ്ങനെ നമ്മുടെ ഫീൽഡിലുള്ള ആൾക്കാരെ ഇതിനകത്ത് മാത്രമല്ല പുറത്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. സോ ഡെഫിനറ്റ്ലി ബിസിനസ് നമ്മുടെ നേരത്തെ പറഞ്ഞ സാധാരണ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ മൊത്തം മോശക്കാര്, പൈസ ഇല്ലാത്തവർക്കൊന്നും നല്ലത്. നേരത്തെ ഗുഡ് മാൻ ഗോയിങ് ടു ബി 30 lakhs ആണെന്നല്ല ഈ നാട്ടിൽ ആ പൈസ കൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അറിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് നഷ്ടത്തിലാണെങ്കിൽ പോലും പരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ അത് കേരളത്തിൽ തന്നെയാണ്. അയാൾ ജസ്റ്റ് ഒരു സ്കൂൾ അധ്യാപകനാണ്, ഹൈസ്കൂൾ അധ്യാപകനാണ്. വൈദ്യുതിനോട് ഇപ്പം നിലവിൽ കറന്റ് ഇന്ത്യൻ ടീമിന്റെ സ്പോൺസറാണ് ക്രിക്കറ്റ് ടീമിൽ. ഇന്ത്യക്ക് എത്ര ടോപ്പ് ബിസിനസ് നടക്കുന്നത് വൈദ്യുതി സാർ നഷ്ടത്തിലാണെങ്കിൽ നഷ്ടത്തിലാണെന്ന് പറയപ്പെടുന്നു. സോ എനിവേ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ വരുന്ന ഈ ലോൺ അത് സമയപോലെ സാർ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി, ഈ മുദ്രാ ലോൺ പോലുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും കേന്ദ്ര ഗവൺമെന്റ് നല്ല അറിഞ്ഞോടാണ്. നമുക്ക് വീട് ഇല്ലാന്നല്ല പറയാം, വീട് വെക്കുന്ന വളരെ കുറവാണ്, ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. അത് നിങ്ങളുടെ പെർഫെക്റ്റ് കപ്പാസിറ്റി കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ലോൺ തരാം. പിന്നെ പ്രസന്റ് ഇൻകം പോളിസി ഏറ്റവും പ്രധാനം. എന്തിനു വേണ്ടി ഇവർക്കടുത്ത് അവരെ പ്രതികരിക്കണം, അവരും ചെയ്യാൻ. അതുകൊണ്ടാണ് ഇഷ്ടമുള്ള സ്റ്റാർട്ട് ബിസിനസ് ഒരുപാട് കള്ളാസ് കമ്പനികൾ നിലനിന്ന് പറയുന്നത്. എനിവേ നല്ല സെഷൻ പ്രസന്റ് ചെയ്യുന്നതിന് സാറിന് ഒരു വെറൈറ്റി ടോക്ക് സാറിന് എപ്പോഴും പറയുന്ന ഫാർമ റിസർച്ച് അതിനൊക്കെ മാറിയിട്ട് ഒരു നല്ല ടോക്ക് അതിന് സാറിന് സെന്റ് ജോസഫ് കോളേജിൽ ഒരുപാട്
for attending this session. ഒരു കാര്യം കൂടെ പറയണം, നമ്മുടെ പുതിയ ബ്ലോക്കിലെ സാർ ഒരു 1:45 to 2:30 അടക്കമാണ്. If you have any sparking ideas, actually you can ഒരു 1 hour കൂടെ സാർ കൂടെ കാണും. Mostly 1 hour അല്ല, 1.5 hours. Okay, ഒരു 1:45. Okay, thank you. സോ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. പലപ്പോഴും നമ്മുടെ ഐഡിയയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഫാർമസി സ്റ്റുഡൻസ് ആണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് വേറെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗിന്റെ സപ്പോർട്ട് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ഓൺലൈൻ ഫാർമസി ചെയ്യുന്ന നമുക്കറിയായിരിക്കും, പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ നമുക്കറിയില്ല. സോ അങ്ങനെയുള്ള സമയത്ത് ഇമ്പോർട്ടന്റ് ആണ് കൊളാബറേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ഇവിടെയോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ അറിയാവുന്നതായിട്ടോ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ അങ്ങനെ നിന്നോട്ട്, പക്ഷെ കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കും. അങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ പറയേണ്ടതായിരുന്നു, വിട്ടുപോയത്. ഓക്കെ, താങ്ക് യു.